ദൈവസഭ വാണിഭശാലയല്ല, ദൈവസഭ നാടകശാലയല്ല, ദൈവസഭ ഒരു സാമൂഹിക ആവശ്യകതയല്ല. ദൈവസഭ ദൈവത്തിൻ്റെതാണ്. ചർച്ച് ബിലോങ്സ് ടു ഗോഡ്. അതുകൊണ്ട് എല്ലാവർക്കും അവരവരുടെ ഇഷ്ടം പോലെ പ്രവർത്തിക്കാൻ അവകാശമില്ല. ദൈവത്തിന്റെ സഭയിൽ ഇഷ്ടം പോലെ പഠിപ്പിക്കാൻ അവകാശമില്ല. ദൈവസഭയിൽ എൻ്റെ ആശയങ്ങളുടെ പ്രകാശനമാകരുത് ദൈവസഭ. വചനത്തിന്റെ വിശകലനമാകണം ദൈവസഭ. നിങ്ങൾ കാണിച്ച താല്പര്യത്തിന് ഞാൻ വളരെ നന്ദി പറയുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഏത് സമയത്തും ഈ വിഷയ സംബന്ധിയായി നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടായാൽ വ്യക്തത ലഭിക്കാൻ എന്നെ ബന്ധപ്പെടുവാൻ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. ഈ വിഷയം മാത്രമല്ല, തിരുവെഴുത്ത് സംബന്ധമായി നിങ്ങൾക്കുള്ള അവ്യക്തത മനസ്സിലാക്കാൻ പറഞ്ഞു തരാൻ ഞാൻ തൽപരനാണ്. എന്നെയും കറക്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. ആരും തിരുവെഴുത്തിനേക്കാൾ വലുതല്ല. വി ആർ ഓൾ ടു സ്മോൾ, വെരി വെരി സ്മോൾ. മഹാദൈവത്തിന്റെ കയ്യിൽ കൊച്ചു കൊച്ചു വെളിച്ചങ്ങൾ മാത്രമാണ് നാം ഓരോരുത്തർ. ഞാൻ തിരുവെഴുത്ത് ധ്യാനിക്കും തോറും പഠിക്കും തോറും എനിക്ക് ബോധ്യപ്പെടുന്ന ഒരു പ്രധാന കാര്യം, എനിക്കിതിനകത്തൊന്നും അറിയത്തില്ലല്ലോ, എനിക്കൊന്നും അറിയില്ല, ഞാനൊരു കുട്ടിയാണ്, ഞാനൊരു ബാലകനാണ്. മരണം വരെ നിരന്തരമായി പഠിക്കുവാനും വളരുവാനുമുള്ള മനസ്സ് നഷ്ടപ്പെട്ടു പോകരുതേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നാം കൃപാവരങ്ങളുടെ പഠനത്തിലാണ്. 15 കൃപാവരങ്ങളാണ് നാം പൂർത്തീകരിച്ചത്. ഓർത്തിരിക്കാൻ എളുപ്പമാണ്. 1 കൊരിന്തി 12-ാം അധ്യായത്തിൽ 9 കൃപാവരങ്ങൾ, റോമാലേഖനം 12-ാം അധ്യായത്തിൽ 6 കൃപാവരങ്ങൾ. 6-ൽ കൂടുതലുണ്ട്. 1 കൊരിന്തി 12-ൽ പറഞ്ഞിട്ടുള്ളത് കൂട്ടാതെയുള്ള 6. അതിൽ 1 കൊരിന്തി 12-ലെ പ്രവചനം എന്ന വരത്തെക്കുറിച്ച് നാം പഠിച്ചിട്ടില്ല. അതാണ് നമ്മുടെ പഠനത്തിലെ പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവരുവാൻ എനിക്ക് ലഭിച്ചിരിക്കുന്ന ആത്മപ്രേരണ. 16-ാമത്തെ കൃപാവരം. 1 കൊരിന്തി 12-ന്റെ 28-ാമത്തെ. സഹായം ചെയ്യുവാനുള്ളവർ. മുകളിലത്തെ പദങ്ങൾ ഞാൻ മാറ്റുന്നു, അത്യാവശ്യം വേണ്ടത് സഹായം ചെയ്യാനുള്ളവർ. ഇവിടെ നാം 13-ാമത്തെ കൃപാവരമായിട്ട് ദാനം ചെയ്യുക എന്നത് പഠിച്ചു. ദാനം ചെയ്യലല്ല, സഹായം ചെയ്യൽ. ദാനം, ഇറ്റ് ഈസ് റിലേറ്റഡ് ടു മണി. ധനസഹായം ചെയ്യുന്നതാണ് ദാനം. ഇവിടെ സഹായം ചെയ്യുക എന്നുള്ള വരം എന്നത് അർത്ഥമാക്കുന്നത് ഏത് നിലയിൽ ഒരാളെ സഹായിക്കാനുള്ള മനസ്സ്. ഒരു വലിയ ഖനമുള്ള പെട്ടിയും പിടിച്ച് എയർപോർട്ടിൽ പ്രായമുള്ള ഒരാൾ നിൽക്കുകയാണെങ്കിൽ ഓടിച്ചെന്ന് സഹായിക്കാനുള്ള മനസ്സ്, അത് സഹായമാണ്. വ്യത്യാസം സാമൂഹ്യപരമായ നീതിബോധം കൊണ്ടോ ധാർമ്മിക ബോധം കൊണ്ടോ ചെയ്യുന്ന സഹായവും തിരുവെഴുത്തിലെ സഹായം എന്ന വരവും തമ്മിലുള്ള അന്തരം. സ്വഭാവം കൊണ്ട് ഇത് രണ്ടും ഒന്നാണെങ്കിലും ഇതിനകത്തെ ഉള്ളിലെ താല്പര്യം ക്രിസ്തുഭാവം പ്രകടമാക്കുക എന്നത്. ഞാൻ വിശദീകരിക്കുന്നില്ല, സമയത്തിന്റെ കുറവുണ്ട്.
ഒരു കാര്യം കൂടെ പറയാം. ഇത് വരമാകുന്നതിൻ്റെ ശ്രേഷ്ഠത തിരികെ ഒന്നും ലഭിക്കാനുള്ള താല്പര്യമില്ലാതെയാണ് ഈ സഹായം. മനുഷ്യർ പരസ്പരം സഹായം ചെയ്യുന്നത് ഭൂരിപക്ഷം മനുഷ്യരും തിരികെ എന്തെങ്കിലും ലഭിക്കാനുള്ള താല്പര്യം പ്രകടമാക്കുകയോ പ്രകടമാക്കുന്നില്ലെങ്കിൽ മനസ്സിൽ സൂക്ഷിക്കുകയോ ചെയ്യും. എന്നാൽ കൃപാവരമാകുന്ന സഹായം ചെയ്യുമ്പോൾ നമുക്കൊന്നും തിരികെ കിട്ടാത്ത, ഒന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ വകയില്ലാത്ത ഒരാൾക്ക് സഹായിക്കുന്ന ഒരു നല്ല ഉദാഹരണമാണ് അബ്രഹാം ദൂതന്മാരെ സൽക്കരിച്ചത്. സഹായമല്ല, അത് നമ്മൾ പിന്നാലെ പഠിക്കും. എന്തിനാണ് അബ്രഹാം ആ ദൂതന്മാരെ സൽക്കരിച്ചത്? അവരെ ഇനി ഒരിക്കൽ പോലും അബ്രഹാം കാണുമെന്ന് അബ്രഹാമിന് നിശ്ചയമില്ല. അവരിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷയില്ല. ഒരു പ്രതീക്ഷയുമില്ലാത്ത, തനിക്കൊരു നന്മയും ലഭിക്കാൻ സാധ്യതയില്ലാത്ത, ഒരു അംഗീകാരവും ലഭിക്കാൻ സാധ്യതയില്ലാത്ത ദൂതന്മാരെയാണ് അബ്രഹാം സൽക്കരിച്ചത്. അതാണ് അബ്രഹാമിന്റെ സൽക്കാരവും കേവലം നാം മറ്റൊരാൾക്ക് കൊടുക്കുന്ന സൽക്കാരവും തമ്മിലുള്ള അന്തരം. നിങ്ങൾ എഴുതുന്നവർക്ക് എഴുതാൻ, എക്സ്പെക്ടിങ് നത്തിങ് ഇൻ റിട്ടേൺ. തിരികെ ഒന്നും പ്രതീക്ഷിക്കാം. തിരികെ പ്രതീക്ഷിക്കാൻ ഒരു തരത്തിലും പ്രതീക്ഷിക്കാൻ പാടില്ല. നന്ദി പറയുക, കൃതജ്ഞത പറയുക. നമ്മുടെ കൂട്ടായ്മകളിൽ പണ്ടി പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. സ്വാഗതം പറയുക, ഉദ്ഘാടനം ചെയ്യുക, ഇതൊക്കെ വേൾഡിലിയാണ്, നമ്മൾ കൊണ്ടുവന്നതാണ്, കുത്തിക്കയറ്റിയതാണ് ദൈവസഭയ്ക്കകത്ത്. നന്ദി പ്രകാശിപ്പിക്കരുതെന്നൊന്നും അല്ല അർത്ഥം. നന്ദിയുള്ളവർ പാട്ടുപാടണം. 10 കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി, ഒരുവൻ മാത്രം മടങ്ങി വന്നു. കർത്താവ് ചോദിക്കുന്നു, 9 പേര് എവിടെ പോയി? കർത്താവ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് നന്ദി. പക്ഷേ ഇതൊന്നും പ്രതീക്ഷിക്കാത്ത മനോഭാവം ഒരുവൻ ഉണ്ടാകുക എന്നത് ഉന്നതമായ ആത്മീയ ഭാവമാണ്. 17 പരിപാലനവരം. അതും 1 കൊരിന്ത്യർ 12:28 നിങ്ങൾ കണ്ടു കാണുമല്ലോ. സഹായം, രോഗശാന്തികളുടെ വരം, സഹായം ചെയ്യുവാനുള്ള വരം, പരിപാലന വരം, ഗിഫ്റ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. ഒരു കാര്യം ഭംഗിയായി ക്രമീകരിച്ച് ചെയ്യാനുള്ള ദൈവം തരുന്ന കൃപ. എനിക്ക് വളരെ പ്രിയനായ ഒരു യൗവനക്കാരനുണ്ട്. വളരെ പ്രസിദ്ധനായ ഒരു ഈവന്റ് മാനേജറാണ്. നമ്മൾ വിശ്വാസികൾക്ക് അറിയാൻ വയ്യാത്തൊരു മേഖലയായതുകൊണ്ട് വിശ്വാസികളുടെ ഇടയിൽ താൻ പ്രസിദ്ധനല്ല. പക്ഷേ ലോകത്തിലെ വളരെ ഉന്നതരായ ഈവന്റ് മാനേജേഴ്സുമായിട്ടാണ് തനിക്ക് ബന്ധം. അത്ര ആ ഏരിയയിൽ ലോകത്തിലെ അത്ര വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹം തൻ്റെ ഈവന്റ് മാനേജ്മെന്റ്, IPL തുടങ്ങിയ അത്ര വലിയ പരിപാടികളൊക്കെ മാനേജ് ചെയ്യുന്ന ആളാണ്. എപ്പോൾ താൻ ഒരു വലിയ പ്രോജക്റ്റ് ചെയ്യുമോ അതിന് 2 ദിവസം മുമ്പ് എനിക്ക് മെസ്സേജ് അയക്കും, പാസ്റ്റർ, ഐ ഹാവ് ദിസ് വർക്ക്, പ്ലീസ് പ്രേ. ഇത് എന്നെ കൊണ്ട് കഴിയത്തില്ല. അവൻ വളരെ സമർത്ഥനാണ്, കഴിവുള്ളവനാണ്. പക്ഷെ അവന്റെ ഉള്ളിലെ ബോധം, എനിക്കിത് പറ്റത്തില്ല, ഗോഡ് ഹാസ് ടു ഡു ഇറ്റ്. പരിപാലന വരം പലപ്പോഴും നാം തെറ്റിദ്ധരിക്കുന്നുണ്ട്. ആ പാസ്റ്റർ പരിപാലന വരമുള്ള ആളാണെന്ന് പറയും. പാസ്റ്റർമാരുടെ കാര്യം അല്ല ഇത് പറയും. പരിപാലന വരമെന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യം ഇംഗ്ലീഷിൽ പറയാം, the ability to manage the resources of the church towards a certain task in such a way as to most effectively accomplish the goals. ദൈവസഭയുടെ റിസോഴ്സസിനെ ഒരു പ്രത്യേക ദൗത്യത്തിനായി ഏറ്റവും ഭംഗിയായി ഉപയോഗിച്ച് ആ ദൗത്യം പൂർത്തീകരിക്കാനുള്ള കഴിവ്. നമുക്ക് ലളിതമായി മനസ്സിലാക്കാൻ ഒരു കൺവെൻഷൻ ക്രമീകരിക്കും, അല്ലെങ്കിൽ യൂത്ത് ക്യാമ്പ് ക്രമീകരിക്കും.
ആ ക്രമീകരണത്തിൽ മാനുഷിക കഴിവിനപ്പുറമായി ചിലർക്ക് ദൈവം വരം കൊടുത്തിട്ടുണ്ട് എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകാൻ. എന്ത് സംഭവം ചെയ്താലും നമ്മുടെ ഇടയിൽ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മുഖം കറുക്കത്തില്ലേ? എന്നാൽ ഒരാളുടെ പോലും മുഖം കറുപ്പിക്കാതെ, ഒരാൾക്ക് പോലും ഇൽ ഫീലിംഗ് ഉണ്ടാക്കാതെ ഒക്കെ ചെയ്യാൻ ദൈവം കൃപ കൊടുക്കുന്ന ആളുകളുണ്ട്. അതാണ് ഗിഫ്റ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, നമുക്ക് പ്രാർത്ഥിക്കണം. എസ്പെഷ്യലി ഇവിടെ ഇരിക്കുന്ന സെൻട്രൽ പാസ്റ്റേഴ്സ്, ചർച്ച് ലീഡേഴ്സ്, നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കേണ്ട, ലഭിക്കേണ്ട ഒരു കൃപാവരമാണ് പരിപാലനവരം, ഗിഫ്റ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. ചർച്ച് റൺ ചെയ്യുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്, ആവർത്തിക്കുന്നു. അധികം ആളുകളെ, അധികം നേതാക്കന്മാരെ ഒക്കെ ക്രോഡീകരിച്ച് കൊണ്ടുപോകാൻ, ആരെയും മുഷിപ്പിക്കാതെ, ആരെയും വേദനിപ്പിക്കാതെ, ആരെയും ഇകഴ്ത്താതെ, ആരെയും പുകഴ്ത്താതെ, എല്ലാവരെയും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ദൈവികമായ കൃപാവരം. ദൈവത്തിന് സ്തോത്രം. 18ാമത്തെ വരം. 18ാമത്തെ വരം നമുക്ക് ആർക്കും ഇല്ലെന്ന് ആർക്കും പറയാൻ അവകാശം. 1 കൊരിന്തി 7-ാം അധ്യായം 7-ാമത്തെ വാക്യം. 1 കൊരിന്തി 7:7. 1 കൊരിന്തി 7-ാം അധ്യായം വൈവാഹിക ജീവിതത്തെ കുറിച്ചുള്ള പഠനമാണ്. ആ 7-ാം അധ്യായം തുടങ്ങി ആ ഖണ്ഡിക പൗലോസ് അവസാനിപ്പിക്കുന്നത് നോക്കൂ. എങ്കിലും ഒരുവന് ഇങ്ങനെയും ഒരുവന് അങ്ങനെയും താൻ തന്റെ കൃപാവരം ദൈവം നൽകിയിരിക്കുന്നു. വിവാഹം കഴിക്കുന്നത് ഒരു കൃപാവരമാണ്, വിവാഹം കഴിക്കാതിരിക്കുന്നത് ഒരു കൃപാവരമാണ്. ഇവിടെ വളരെ പ്രസക്തമായ ഒരു ചോദ്യം വരും. പാസ്റ്റർ പഠിപ്പിച്ചു കൃപാവരങ്ങൾ പൊതുപ്രയോജനത്തിനാണ്. എന്നാൽ വിവാഹ ജീവിതം ഒരു വ്യക്തിയുടെ സ്വന്തം കാര്യമല്ലേ? അങ്ങനെയാണ് ഇതിനെ എങ്ങനെ മനസ്സിലാക്കും? ഉത്തരം: ഒരുവനും ഒരുവളും തമ്മിലുള്ള വൈവാഹിക ബന്ധം അവരെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമല്ല. എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാർ പ്രത്യേകമായി ഇത് മനസ്സിലാക്കണം. ഇന്നത്തെ ചെറുപ്പക്കാരുടെ ഇടയിലുള്ള ഒരു ധാരണയായത്, ഇതെന്റെ കാര്യം, ഞാൻ എൻ്റെ കുടുംബജീവിതം. നോ വേ. നിങ്ങളുടെ കുടുംബജീവിതം അനേകരെ ബാധിക്കുന്നു. നിങ്ങളുടെ മാതാപിതാക്കളെ, നിങ്ങളുടെ ബന്ധുക്കളെ, നിങ്ങളുടെ സഹോദരങ്ങളെ, നിങ്ങളുടെ അയൽവക്കക്കാരെ. എന്തുകൊണ്ട്? നിങ്ങൾ ദൈവമക്കളാണ്. ദൈവമക്കളുടെ വിവാഹ ജീവിതം, ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധം ലോകത്തിനെ കാണിക്കാനുള്ള ദൈവത്തിന്റെ ഏക മാധ്യമം. ഇറ്റ് ഈസ് ദ ഓൺലി മീഡിയം ഓഫ് ഗോഡ്. അണ്ടർലൈൻ ദ വേർഡ് ഓൺലി മീഡിയം. ദൈവത്തിന്റെ ഏക മാധ്യമം. അതുകൊണ്ട് ആ കൃപാവരം പ്രാപിച്ചു എന്ന ബോധ്യം നമ്മുടെ marital life is a trial port. Marital life is a school. Marital life is an experiment. Marital life is a joy. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? സക്രിയ പാസ്റ്ററും കൊച്ചമ്മയും കൂടെ നടന്നു പോകുന്നതും വർത്താനം പറയുന്നതും അവര് തമ്മിലുള്ള സ്നേഹവും കാണുമ്പോൾ ആളുകൾ പറയണം, സോ ഇത്രയും വയസ്സായിട്ട് എന്തോ സ്നേഹമായി വരുന്നത്. There is something special about them. എന്റെ ആത്മനിയോഗത്തിലാണ് അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞത്, വെറുതെ പറഞ്ഞു. എന്താണ് ഇവർക്ക് പ്രത്യേകത? ഞങ്ങളൊക്കെയാണ് ചെറുപ്പക്കാരായിരിക്കും, നിങ്ങൾ കണ്ടിട്ടില്ലേ, കല്യാണം കഴിച്ച ഉടനെ ഉള്ള ഭാര്യയും ഭർത്താവിനെയും പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. രണ്ടുപേരും കൈ കോർത്ത് പിടിച്ചാണ്. കുറെ കഴിയുമ്പോൾ കൈ വിടും. അതും കുറെ കഴിയുമ്പോൾ അവൻ മുമ്പേ നടക്കുക, അവള് പുറകെ നടക്കും. അതും കുറെ കഴിയുമ്പോൾ അവൻ പറയും, ഞാൻ പോയിട്ട് വരാം, നീ ഇരിക്കാൻ പറയും. അതല്ല ക്രിസ്തീയ കുടുംബജീവിതം. ഇറ്റ് ഗോസ് ഓൺ. വർഷങ്ങൾ കഴിയുമ്പോൾ ഞാൻ പഠിച്ചത്, ഞാൻ അനുഭവിക്കുന്നത്, വർഷങ്ങൾ കഴിയും തോറും ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ മാധുര്യവും പരസ്പര സ്നേഹവും ബഹുമാനവും വർദ്ധിക്കുന്നു. കാരണം ഈ ആളുമായിട്ട് ഒരുമിച്ച് ജീവിക്കല്ലേ കുറെ കൊല്ലമായി.
പഠിപ്പിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. ഞാൻ ദീർഘ ദിവസങ്ങൾ പവർ പോയിന്റ് പ്രസന്റേഷൻ വെച്ച് പഠിപ്പിക്കുന്ന ഒരു വിഷയമാണ് വിവാഹ ജീവിതം. നമ്മുടെ വിഷയവുമായി അതിന് കൂടുതൽ സമയം കളയാനില്ലാത്തത് കൊണ്ട് ഞാൻ അവിടെ വിടുന്നു. വിവാഹം കഴിച്ചവർ എല്ലാം ഓർത്തിരിക്കണം, ഇതൊരു കൃപാവരമാണ്. ഇത് മാനുഷികമായ കഴിവ് കൊണ്ട് റൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല കുടുംബജീവിതം. യു നീഡ് ഗോഡ്. മാനുഷികമായ ഒരു കഴിവുകൾക്കും, ധനത്തിനോ സൗന്ദര്യത്തിനോ കുടുംബശ്രേഷ്ഠതയ്ക്കോ വിദ്യാഭ്യാസത്തിനോ ഒന്നും കുടുംബജീവിതം ധന്യമാക്കാൻ, അനുഗ്രഹമാക്കാൻ കഴിയില്ല. അത് കൃപാവരമാണ്. ദൈവത്തിന് സ്തോത്രം. 19 18 19 രണ്ടായിട്ട് പഠിക്കാം. അവിവാഹിതനായിരിക്കുന്നത് കൃപാവരമാണ്. 19 വിവാഹിതനായിരിക്കുന്നത് കൃപാവരമാണ്. 20 കഷ്ടം അനുഭവിക്കുക. അവിടെ കൃപാവരം എന്ന പ്രയോഗമില്ല, വരം എന്ന പ്രയോഗം. ഞാനത് വ്യക്തമാക്കാം. ഫിലിപ്പിയർ 1:29 ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല, അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. ആർജിച്ചതല്ല, ലഭിച്ചതാണ്. തീയിലിട്ട് കത്തിച്ചു ഗ്രഹാം സ്റ്റെയിൻസിനെയും 2 ആൺമക്കളെയും. അദ്ദേഹത്തിന്റെ ഭാര്യ എന്തുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യാതിരുന്നത്? അദ്ദേഹത്തിന്റെ ഭാര്യ എന്താണ് യേശുക്രിസ്തുവിനെ തള്ളിപ്പറയാതിരുന്നത്? മേരി ഡ്യൂറന്റിന്റെ സഹോദരൻ പിയറി ഡ്യൂറന്റിനെ കൊലപാതകം ചെയ്തു. പോളികാർപ്പിനെ എണ്ണയിലിട്ട് കത്തിച്ചു. സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊന്നു. യാക്കോബിനെ വാളുകൊണ്ട് വെട്ടി. പത്രോസിനെ മൃഗീയമായി കൊന്നു. യോഹന്നാനെ ഏകാന്ത തടവിലിട്ടു. എന്താണ് ഇവരാരും അവർ സേവിക്കുന്ന ദൈവത്തെ തിരസ്കരിക്കാതിരുന്നത്, തള്ളിപ്പറയാതിരുന്നത്? ഉത്തരം, കഷ്ടം അനുഭവിപ്പാൻ അവർക്ക് വരം ലഭിച്ചിരുന്നു. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എൻ്റെ വ്യക്തിപരമായ ജീവിതം വെച്ച് ഞാൻ യോബിന്റെ ഒരു സ്റ്റേജിൽ പോയാൽ അതിനെ ഫേസ് ചെയ്യുമോ? ഞാൻ യോഹന്നാന്റെ ഒരു സ്ഥിതിയിൽ പോയാൽ ഞാനത് ഫേസ് ചെയ്യുമോ? പലപ്പോഴും അങ്ങനെ ധ്യാനിച്ചിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ആ ചോദ്യം വന്നിട്ടുണ്ട്. ഒരിക്കൽ ദൈവാത്മാവിനോട് പറഞ്ഞു, ഒരുവൻ ഏത് സ്ഥിതിയിലാകുന്നു ആ സ്ഥിതിയെ അതിജീവിക്കാൻ ഞാൻ അവന് വരം നൽകും. ഞാൻ ആ സ്ഥിതിയിലായാൽ അതിനെ അതിജീവിക്കാൻ എനിക്ക് ദൈവം വരം തരും. നിങ്ങൾ ആ സ്ഥിതിയിലായാൽ എനിക്കത് കഴിയാതെ പോകുന്നു എന്ന അപകടകരമായ സംശയമോ ധാരണയോ നമുക്ക് വേണ്ട. കഷ്ടം അനുഭവിപ്പാൻ ഉയരത്തിൽ നിന്ന് വരം ലഭിക്കും. ദൈവത്തിന് സ്തോത്രം. 21 ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. ലൂക്കോസ് 8:10 ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ അറിവാൻ എന്ന് പറഞ്ഞാൽ ഈ തിരുവെഴുത്തിലൂടെ വെളിപ്പെടുന്ന മർമ്മം എന്ന് പറഞ്ഞാൽ മറഞ്ഞിരിക്കുന്നത് വെളിപ്പെടുത്തി തരും. ഈ വാക്യം ദൈവവചനം പ്രസംഗിക്കുന്ന, പഠിപ്പിക്കുന്ന, ശുശ്രൂഷിക്കുന്ന ആളുകൾ ഹൃദിസ്ഥമാക്കി ദൈവത്തോട് ചോദിക്കേണ്ടതാണ്. കർത്താവേ, ഈ വചനത്തിന്റെ മർമ്മങ്ങളെ എനിക്ക് പറഞ്ഞു തരണേ, എനിക്ക് വെളിപ്പെടുത്തി തരണേ. ദൈവത്തിന് സ്തോത്രം. വിവരിക്കുന്നില്ല, സമയത്തിന്റെ പരിമിതി കൊണ്ട്. 22ാമത്തെ വരം ഒന്ന് പഠിക്കേണ്ട വരമാണ്. നിങ്ങളെല്ലാവരും കാണാപ്പാഠം പഠിക്കണം. ഈ മോളി പറഞ്ഞതൊക്കെ നമുക്കൊരു റോഡുമില്ല, മോളിൽ നിന്ന് തരുന്നതാ. അതുകൊണ്ട് എനിക്കതില്ലാത്തത് കൃപാവരം തരാത്തതുകൊണ്ടാണ്. അടുത്ത വരം ഒന്ന് നോക്കിയാട്ടെ. 1 പത്രോസ് 4:9-10 വാക്യം. 22ാമത്തെ വരം. പിറുപിറുപ്പ് കൂടാതെ തമ്മിൽ അതിഥി സൽക്കാരം ആചരിപ്പിൻ. ഓരോരുത്തനും വരം ലഭിച്ചതുപോലെ
വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗ്രഹവിചാരകന്മാരായി അതിനെ കൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പിൻ. അതിഥി സൽക്കാരം എപ്പോഴാണ് ഒരു കൃപാവരമായി മാറുന്നത്? എനിക്കൊരു ചോദ്യമുണ്ട് നിങ്ങളോട്. 2021 എത്ര ദൈവമക്കൾ, എത്ര ദൈവദാസന്മാർ നമ്മുടെ ഭവനത്തിൽ വന്ന് നാം അവർക്ക് ഒരു നേരത്തെ ആഹാരം വിളമ്പിക്കൊടുത്തു? നിങ്ങൾ എന്നോട് പറയും, പാസ്റ്റർ കോവിഡ് ആയിരുന്നു. കോവിഡിന് വേറെ എല്ലാവരെയും വീട്ടിൽ വിളിക്കാം, പക്ഷെ ഉപദേശിയെ മാത്രം വിളിക്കാൻ പറ്റില്ല. എത്ര കണക്ക് നോക്കിയോ 2021 കർത്താവിന് എന്തു കൊടുത്തു എന്നുള്ളത്. When money comes into life, your attitude changes. അതിഥി സൽക്കാരം തിരുവഴുത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. എൻ്റെ വീട്ടിൽ മനുഷ്യർ കയറി വരുന്നില്ലെങ്കിൽ പിന്നെ എനിക്കെന്തിനാണ് ഈ വീട്? എൻ്റെ വീട്ടിൽ മനുഷ്യനെ കയറ്റുന്നില്ലെങ്കിൽ എന്തിനാണ് ഞാൻ ഈ വീട് പണിത് വെച്ചിരിക്കുന്നത്? ഞാൻ വളരെ അഭിമാനത്തോടെ പറയും, എൻ്റെ ഭാര്യ 100-125 പേർക്കൊക്കെ ഒറ്റയ്ക്ക് ആഹാരം ഉണ്ടാക്കി. എല്ലാ തിങ്കളാഴ്ചയും ഇവിടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. എല്ലാ തിങ്കളാഴ്ചയും ഒരു വർഷത്തിലേറെ എൻ്റെ ഹൃദയത്തിൽ ഒരു പ്രേരണ ഉണ്ടായിട്ട് ആഹാരം ഉണ്ടാക്കി കൊടുക്കുക. അത് ഹൃദയപൂർവമാണ് ചെയ്തിരുന്നത്, പെറുപെറുപ്പ് കൂടാതെ. ഒരാള് വീട്ടിൽ കയറി വരുമ്പോഴേ ഈ അച്ചായന് വേറെ ഒരു പണിയില്ല, കഴി കൂടെ കാണുന്നവരൊക്കെ വിളിച്ചോണ്ട് വരിക. അങ്ങനെയാണോ സഹോദരിമാരെ? യു ഷുഡ് എൻജോയ്. നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ആനന്ദം വരണം ഒരാൾക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുമ്പോൾ. അതിന്റെ പേരാണ്, ആ കൃപാവരത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പിറുപിറുപ്പില്ലാതെ എന്ന് പറഞ്ഞാൽ സന്തോഷത്തോടെ. കഠിനാധ്വാനമാണ്, ഒരു സംശയമില്ല. ഒരാൾ കൂടുതൽ വീട്ടിൽ വന്നാൽ മതി, എന്തുമാത്രം പാത്രം കഴുകണം. സഹോദരന്മാർ ചിലപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് പോലും കാണില്ല. എത്ര പാത്രം കഴുകണം ഒരു ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ ഒരാൾക്ക്. എന്നോട് ഉപദേശിമാരി പിണങ്ങരുത്. ഉപദേശിമാരാണ് ഏറ്റവും കുറച്ച് ആളുകളെ സൽക്കരിക്കുന്നവർ. ഏറ്റവും കുറച്ച് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഉപദേശിമാരാണ്. ഞാൻ ചെയ്യാത്തത് എനിക്കെങ്ങനെ പഠിപ്പിക്കാൻ കഴിയും? ഞാൻ ഇന്ന് രാത്രി നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. ദൈവം ആർക്കും കടക്കാരനല്ല. ഞാൻ എൻ്റെ ജീവിതയാത്രയിൽ അത് നന്നായി അനുഭവിക്കുന്ന ഒരു ദൈവദാസനാണ്. ഞങ്ങളുടെ മൂത്ത മകൻ പഠിക്കാൻ പോയി. അവൻ പഠിച്ച സ്ഥലത്ത് ഒരു മണിക്കൂറിലേറെ ട്രെയിനിൽ യാത്ര ചെയ്ത് വേണം ആരാധനയ്ക്ക് പോകാൻ. ഓരോ ഞായറാഴ്ചയും അല്ലെങ്കിൽ ശനിയാഴ്ച വൈകിട്ട് പാസ്റ്ററുടെ വീട്ടിൽ പോയി താമസിക്കും. ആരാധന കഴിഞ്ഞാൽ ഏതെങ്കിലും വിശ്വാസികൾ അവനെ ഉണ്ണാൻ വിളിച്ചിട്ടു. എന്നിട്ട് അവന് തിരികെ പോരുമ്പോൾ പാക്കറ്റിൽ ഭക്ഷണമാക്കി കൊടുത്തുവിടും. മോനെ താമസിക്കുന്നിടത്ത് കൊണ്ടുപോയി ഫ്രിഡ്ജ് വെച്ചേക്ക്. ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് ഉറപ്പോടെ പറയാം, നാം സേവിക്കുന്ന ദൈവം കുറിച്ചു വെച്ച് നന്മ തരുന്നൊരു ദൈവമാണ്. പ്രസംഗിക്കുകയും ജീവിക്കുകയും ചെയ്യാതിരുന്നാൽ ഇത് അനുഭവിക്കാൻ കഴിയില്ല. പ്രസംഗിക്കുകയും ജീവിക്കുകയും ചെയ്യുക. നിങ്ങളിൽ പലർക്കും ഇതുപോലെ നിരവധി അനുഭവങ്ങൾ പറയാൻ കാണും. പറഞ്ഞു കൊടുക്കണം. ഞാനിത് പറയാൻ വളരെ പ്രധാനപ്പെട്ട കാരണമുണ്ട്. കുറെ നാൾ മുമ്പ് ഞാനൊരു സ്ഥലത്ത് ശുശ്രൂഷിക്കാൻ പോയി. ഒരു വലിയ സഭ, വളരെ നല്ല സ്ഥാപനങ്ങളിൽ ഇരിക്കുന്ന വിശ്വാസികൾ. യോഗം കഴിഞ്ഞ് ഞാൻ മടങ്ങുകയാണ്. ശുശ്രൂഷകൻ, എനിക്ക് ഇതിനു മുമ്പ് ഒരിക്കലും അങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ല, അതിന് ശേഷം ഉണ്ടായിട്ടില്ല. വളരെ യുണീക്ക് എക്സ്പീരിയൻസ്.
അദ്ദേഹം പറയാണ്, ഞങ്ങളിവിടെ ഫാസ്റ്റിംഗ് ആണ് പാസ്റ്ററെ, ഞങ്ങൾ ഭക്ഷണമൊന്നും ക്രമീകരിച്ചിട്ടില്ല. ഇവിടുന്ന് പോകുന്ന വഴി 3ാമത്തെ ജംഗ്ഷനിൽ ഒരു നല്ല ഹോട്ടലുണ്ട്. എന്നിട്ടൊരു എൻവലപ്പ് വന്നിട്ട് പറയാണ്, അതിനുള്ള തുകയും കൂടെ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ലിറ്ററലി ഷോക്ക്ഡ് ആയിപ്പോയി. അയാളൊരു ചെറുപ്പക്കാരനായതുകൊണ്ട് എൻ്റെ മകന്റെ പ്രായമുള്ളൂ, അതുകൊണ്ട് ഞാൻ അത് മുഴുവൻ ക്ഷമിച്ച് മിണ്ടാതെ പോന്നു. ഇവിടെ ഇരിക്കുന്ന മുതിർന്ന പാസ്റ്റേഴ്സിനോട് ചെറുപ്പക്കാർ ചോദിച്ചറിയണം, അവരുടെ ഭാര്യമാർ ദൈവദാസന്മാരെ ശുശ്രൂഷിക്കാൻ എത്രമാത്രം അവരുടെ യൗവനകാലത്ത് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്. ഞങ്ങൾ പഠിച്ചതാണ്. രാത്രി പകലാക്കി അടുക്കളയിൽ ജോലി ചെയ്ത് വീട്ടിൽ വരുന്ന ശുശ്രൂഷയ്ക്ക് വരുന്ന ദൈവദാസന്മാരെ സൽക്കരിക്കുന്നത് ഞങ്ങൾക്കൊരാനന്ദമായിരുന്നു. ശുശ്രൂഷ തൊഴിലാക്കിയവർക്ക് ഇത് മനസ്സിലാകില്ല. ഇന്ന് ഭൂരിപക്ഷം പേരും ശുശ്രൂഷ വെറും തൊഴിലാണ്. മറ്റൊരു പണിയും കിട്ടാത്തത് കൊണ്ടും ഈ പണിയിൽ ആർക്കും കണക്ക് കൊടുക്കണ്ടാത്തത് കൊണ്ടും വളരെ ലെഷർലി ആയിട്ട് ജീവിക്കാമെന്നതുകൊണ്ടും ഈ വേലയ്ക്കിറങ്ങിയ നിരവധി ആളുകളെ നമുക്കിന്ന് കാണാം. ആത്മഭാരമില്ലാത്ത, വചന നിശ്ചയമില്ലാത്ത, പ്രാർത്ഥനാ ജീവിതമില്ലാത്ത, മറ്റുള്ളവരെ ബഹുമാനിക്കാത്ത എത്രയോ ആകാത്ത വേലക്കാരെ കൊണ്ട് നമ്മുടെ സമൂഹം നിറഞ്ഞുപോയി. ക്രിസ്തുമാർഗം ദുഷിക്കപ്പെട്ടു പോയി. സ്പിരിച്വാലിറ്റി ഈസ് ദ ഈസിയസ്റ്റ് ബിസിനസ്, ഈസ് ദ ലാർജസ്റ്റ് ബിസിനസ്. പോട്ടെ, ഞാൻ അവിടെ പറഞ്ഞത് അവസാനിപ്പിക്കും. അതിഥി സൽക്കാരം. ഞാൻ നിങ്ങളെ ഐ ഇംപ്ലോർ യു, മലയാളത്തിൽ എനിക്ക് കറക്റ്റ് വാക്ക് കിട്ടുന്നില്ല, ഞാൻ നിങ്ങളോട് യാചിക്കുന്നു, ഈ ആണ്ടിലെങ്കിലും നിങ്ങളുടെ ശുശ്രൂഷകനെ, കുടുംബത്തെ, നിങ്ങളുടെ ചർച്ചിലെ എൽഡർലി ആയിട്ടുള്ള അപ്പച്ചനെ, അമ്മച്ചിയെ ഒരു നേരം വിളിച്ച് ഒരു നേരം ആഹാരം കൊടുക്കണം. ഒന്നും തിരികെ പ്രതീക്ഷിക്കാതെ. നമ്മുടെ ആളുകൾ നേതാക്കന്മാരെയൊക്കെ വിളിച്ച് ഊണ് കൊടുക്കും. അത് ദൈവസ്നേഹമൊന്നുമല്ല. അതിൻ്റെ പേര് ദൈവസ്നേഹമേ അല്ല. അതെന്തെങ്കിലും ലാഭനഷ്ട കണക്ക് കൂട്ടിയുള്ള പരിപാടി. അത് കൃപാവരമല്ല, അത് കച്ചവടമാണ്. ഓർക്കുക, കൂടുതൽ വിവരിക്കുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. 23 അവസാനത്തെ പാഠം, 1 കൊരിന്ത്യർ 13:3 വാക്യം, വളരെ ശ്രദ്ധേയമേറിയ വാക്യം. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാൽ. ചുടുവാൻ ഏൽപ്പിക്കുക എന്നതിൻ്റെ അർത്ഥം രക്തസാക്ഷിത്വത്തിനായിട്ട് സമർപ്പിക്കുക എന്നാണ്. ഈ കൊച്ചിയിൽ സജി എന്ന് പേരുള്ള ഒരു ചെറുപ്പക്കാരൻ, സജി എന്നാണെന്നാണ് എൻ്റെ ഓർമ്മ, കൃത്യമായി എനിക്ക് ഓർമ്മയില്ല. ഞങ്ങൾ പൂനെയിൽ പാർക്കുമ്പോൾ ഈ ചെറുപ്പക്കാരൻ വൈമാമിന്റെ പ്രവർത്തനവുമായിട്ട് പൂനെയിൽ വന്നു. ഞങ്ങളുടെ വീട്ടിൽ വിളിച്ചു, ഭക്ഷണം കൊടുത്തു, വർത്തമാനം പറഞ്ഞു. അന്ന് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, പാസ്റ്റർ, എനിക്കൊറ്റ ആഗ്രഹമേ ഉള്ളൂ, സുവിശേഷത്തിന് വേണ്ടി രക്തസാക്ഷിയാകണം. നിങ്ങൾ ചിലരെങ്കിലും അറിഞ്ഞു കാണും, ചില വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം കൊളംബിയയിൽ വെച്ച് രക്തസാക്ഷിയായി മരിച്ചു. അതൊരു കൃപാവരമാണ്. അതെല്ലാവർക്കും സാധ്യമല്ല, മാനുഷികമായി സാധ്യമല്ല. ചുടുവാൻ ഏൽപ്പിക്കുക അഥവാ രക്തസാക്ഷിയാകാൻ ഏൽപ്പിച്ചു കൊടുക്കുക. നാം വേഗത്തിൽ 23 പാഠങ്ങളായി 23-ൽ നാം വിശദീകരിക്കാതിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കൃപാവരം. എന്തുകൊണ്ടാണ് പ്രവചനം ഏറ്റവും പ്രധാനപ്പെട്ട കൃപാവരമാണെന്ന് പറയുന്നത്? തിരുവെഴുത്ത് പറയുന്നു, കൃപാവരങ്ങൾ വിശേഷാൽ
പ്രവചന വരം വാഞ്ചിപ്പിൻ. അപ്പോൾ ഏറ്റവും പ്രധാനമായി കരുതാവുന്ന കൃപാവരമാണ് പ്രവചനം എന്നത് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. മാത്രമല്ല, കൃപാവരങ്ങളിൽ പ്രവചനത്തെക്കുറിച്ചാണ് ഏറ്റവും വിശദമായ വിവരണം വിശുദ്ധ വേദപുസ്തകം നൽകുന്നത്. ഓർക്കുക, ഏറ്റവും അധികം ദുരുപയോഗപ്പെടുന്ന ഒരു കൃപാവരമാണ് പ്രവചനം. കാരണം ഏത് മനുഷ്യനും തൻ്റെ ഭാവിയെക്കുറിച്ച് ഏറ്റവും എളുപ്പമാർഗത്തിൽ അറിയുവാനുള്ള താല്പര്യമുണ്ട്. പ്രവചനം എന്നാൽ ഭാവിയെക്കുറിച്ച് പറയുന്നതാണ്, അല്ലെങ്കിൽ അതുമാത്രമാണ് എന്ന തെറ്റിദ്ധാരണ നമ്മുടെ സമൂഹത്തിൽ പ്രബലമാണ്. അങ്ങനെ ഒന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നില്ല, പിന്നാലെ പഠിപ്പിക്കാമത്. ഓർക്കുക, നിങ്ങൾ കണ്ടിട്ടില്ലേ റോഡ് സൈഡിൽ ഒരു തത്തയും വെച്ച് കുറെ കാർഡുകളുമായിട്ട് ആളുകൾ ഇരിക്കുന്നത്? ഞാൻ വളരെ ഒബ്സർവ് ചെയ്തിട്ടുണ്ട് ആ ആളുകളെയും അവരുടെ അടുത്ത് വരുന്നവരെ. നമുക്ക് ഈ തത്തയെ കൊണ്ടൊരു കടലാസ് എടുപ്പിച്ച് പറയുന്നതെല്ലാം ഒന്ന് തന്നെ ആയിരിക്കും, പക്ഷെ പല സ്റ്റൈലിൽ പറയും. പക്ഷെ ഈ കേൾവിക്കാർ ഇവരുടെ മുൻപിൽ എത്ര ശ്രദ്ധാലുക്കളായിട്ടാണ് ഇരിക്കുന്നത്. കാരണം ഭാവിയെ കുറിച്ച് നിശ്ചയമില്ലാത്ത മനുഷ്യന് ഭാവിയെ കുറിച്ച് അറിയാനുള്ള തീവ്രമായ ആഗ്രഹമുണ്ട്. അവിടെയാണ് പ്രവചനം വിൽക്കപ്പെടുന്നത്. പ്രവചനത്തിന്റെ 7 ഫങ്ഷൻസ്. പ്രവചനത്തിന് 7 ഫങ്ഷൻസ്. നിങ്ങൾ എല്ലാവരും 1 കൊരിന്തി 14 അധ്യായം തുറക്കാം. 1 കൊരിന്തി 14 അധ്യായമാണ് പ്രവചനത്തെക്കുറിച്ചുള്ള വേദപുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠങ്ങളുള്ളത്. നോക്കൂ, 1 കൊരിന്തി 14 അധ്യായം 3-ാമത്തെ വാക്യം. ആരെങ്കിലും വായിക്കാനുണ്ടോ? പ്രവചിക്കുന്നവനോ ആത്മീക വർധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കുന്നു. മതി, 3 പാഠങ്ങൾ കാണാപ്പാഠം പഠിക്കണം. അപ്പൊ പ്രവചിക്കുന്നവന്റെ റോള് മനുഷ്യരോടുള്ള സംസാരമാണ്. ക്ലിയർ ആയല്ലോ? ആകാശത്തോട് സംസാരിക്കുകയല്ല, മൃഗങ്ങളോട് സംസാരിക്കുകയല്ല, മനുഷ്യനോട് സംസാരിക്കുക. മനുഷ്യൻ ദൈവാത്മാവിനാൽ പ്രേരിതനായി മനുഷ്യനോട് സംസാരിക്കുന്നതാണ് പ്രവചനം. വളരെ പ്രധാനപ്പെട്ട 1-2 ചോദ്യങ്ങൾ ഞാൻ അവസാനം ഉത്തരം പറയാം. ശ്രദ്ധിക്കുക, പ്രവചനത്തിൽ 3 ഫാക്ടേഴ്സ്, 3 റിസൾട്ട്. 1, ആത്മീക വർധന വരുത്തണം, എഡിഫൈ ചെയ്യണം. 2, പ്രബോധിപ്പിക്കണം, പ്രബോധിപ്പിക്കുക എന്നാൽ എൻകറേജ് ചെയ്യണം. 3, ആശ്വസിപ്പിക്കണം, കംഫർട്ട് ചെയ്യണം. പേടിപ്പിക്കണം എന്ന വാക്യമില്ല. എൻ്റെ ജീവിതത്തിലെ വളരെ നിർണായകമായ ഒരു ദൂത് ഞാൻ നിങ്ങൾക്ക് പങ്കുവെക്കാം. IBCയുടെ സെൻട്രൽ പാസ്റ്റർ തൃശ്ശൂരുണ്ട്, പാസ്റ്റർ TP പൗലോസ്. ഒരു ദിവസം അദ്ദേഹം എന്നെ വിളിച്ച് പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഇളയ മകളുടെ അമ്മായിയപ്പനും അമ്മായിയമ്മയും അമേരിക്കയിൽ നിന്ന് വന്നിട്ടുണ്ട്, പാസ്റ്റർ അവിടെ പോയി പ്രാർത്ഥിക്കണം. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, വിദേശത്തു നിന്ന് വരുന്ന ആളുകളുടെ വീട്ടിൽ അവർ ക്ഷണിക്കാതെ ഞാൻ പോകില്ല, അവർ തന്നെ എന്നെ വിളിക്കണം. കാരണം ഉപദേശിമാരെ കുറിച്ച് ഒരു തെറ്റിദ്ധാരണയുണ്ട്. വിദേശികളിൽ നിന്ന് ആരെങ്കിലും വന്നാൽ അവരുടെ വീട് വിസിറ്റ് ചെയ്യും, എന്തെങ്കിലും ധനസഹായത്തിന് വേണ്ടി. അങ്ങനെ ഒരു ചീത്തപ്പേര് കേൾക്കാൻ എനിക്ക് ഇഷ്ടമല്ല. പിറ്റേ ദിവസം ആ അച്ചായൻ എന്നെ വിളിച്ചു. കൂത്താട്ടുകുളത്താണ് അവർ പാർക്ക്. ഞാനും എൻ്റെ ഭാര്യയും അവരുടെ വീട്ടിൽ പോയി. വളരെ വേദനിപ്പിക്കുന്ന ഇൻസിഡന്റ് ആണ്, പക്ഷെ പറയാതിരിക്കാൻ താല്പര്യം. സാധുക്കളായ 2 മനുഷ്യർ, ഭക്തരായ 2 മനുഷ്യർ, അവരുടെ ചില ഇഷ്യൂസുമായി ബന്ധപ്പെട്ടാണ് അവർ നാട്ടിൽ വന്നത്. അത് പറയുന്നത് യോഗ്യമല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നു.
ഭക്ഷണം എല്ലാം കഴിച്ച് പ്രാർത്ഥിച്ച് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ദൈവാത്മാവനോട് പറഞ്ഞു, ആ മനുഷ്യൻ മരിച്ചു പോകും, വേഗത്തിൽ മരിച്ചു പോകും. ഞാൻ എൻ്റെ വാഹനത്തിലേക്ക് കയറുമ്പോൾ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, എന്നോട് ദൈവാത്മാവ് പറയുന്നു അദ്ദേഹം മരിച്ചു പോകും. എൻ്റെ ഭാര്യ പറഞ്ഞു, പൗലോസ് പാസ്റ്ററിനെ വിളിച്ച് നമുക്ക് പറയാം, അദ്ദേഹമാണല്ലോ ഈ വീട്ടിലേക്ക് പറഞ്ഞയച്ചത്. ഞാൻ ഈ വീട്ടുകാരോട് പറഞ്ഞില്ല. ശ്രദ്ധിക്കണം, കാരണം നിങ്ങൾ മരിച്ചു പോകുന്ന ഒരാളോട് ദൂത് പറഞ്ഞാൽ 10 ദിവസം കഴിഞ്ഞ് മരിക്കേണ്ട ആൾ 5 ദിവസം ആകുമ്പോഴേ മരിച്ചു പോകും. വെപ്രാളം കയറിയിട്ട്, പേടി കയറിയിട്ട്. ഇവിടെ പറഞ്ഞില്ലേ, ആത്മീയ വർധനവും പ്രബോധനവും ആശ്വാസമാണ്. ഞങ്ങൾ TP പൗലോസ് പാസ്റ്റർ വിളിച്ച് പറഞ്ഞു, പാസ്റ്റർ ഇങ്ങനെ ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് ഇവരോട് ടിക്കറ്റ് പ്രീപോൺ ചെയ്ത് വേഗം തിരിച്ചു പോകാൻ പറയാം. പാസ്റ്റർ അത് വളരെ എന്താ പറയുന്നത്, പരിജ്ഞാനത്തോടെ കൈകാര്യം ചെയ്തു. അദ്ദേഹം അവരെ കൊണ്ട് ടിക്കറ്റ് പ്രീപോൺ ചെയ്യിപ്പിച്ച് അവരെ യാത്രയാക്കി. കുവൈറ്റ് എയർവേസിലാണ് യാത്ര ചെയ്തത്. അവരുടെ ഫ്ലൈറ്റ് കൊച്ചിയിൽ നിന്ന് കുവൈറ്റിൽ ചെന്നിറങ്ങിയപ്പോൾ കുവൈറ്റിൽ നിന്ന് അവരുടെ പട്ടണത്തിലേക്ക് പോകേണ്ട വിമാനം പോയി. കൊച്ചിൻ കുവൈറ്റ് ഫ്ലൈറ്റ് ലേറ്റായി. അവർ ഒരു ദിവസം കുവൈറ്റിൽ താമസിക്കേണ്ടി. പിറ്റേ ദിവസത്തെ ഫ്ലൈറ്റിനെ അവർക്ക് പോകാൻ കഴിയും. പിറ്റേ ദിവസത്തെ ഫ്ലൈറ്റിൽ അവർ പാർക്കുന്ന പട്ടണത്തിലേക്ക് പോയി. ആ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതിന് 10 മിനിറ്റ് മുമ്പ്, അദ്ദേഹം 1 മണിക്കൂർ മുമ്പ് അദ്ദേഹം ആ വിമാനത്തിൽ മരിച്ചുപോയി. വളരെ വേദനാജനകമായിരുന്നു. ദൂതിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ദൈവാത്മാവോടെ കൃത്യമായി സംസാരിക്കും, വ്യക്തമായി സംസാരിക്കും, വ്യക്തിപരമായി സംസാരിക്കും. അപ്പൊ നമുക്കൊരാളെ കുറിച്ച് ദുസൂചനയുള്ള അപകടാത്മകരമായ ഒരു ദൂത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയാൽ അത് അവരോട് പറയുന്നത് പരിജ്ഞാനത്തോടു കൂടിയായിരിക്കും. ആ ആളുടെ ആത്മീയ നിലവാരവും ആ ആളുടെ ദൈവാശ്രയവും ഒക്കെ വെച്ചു വേണം ഇത് പറയുവാൻ. ഇപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം, പാസ്റ്റർ ദൈവാത്മാവ് പറഞ്ഞൊരു കാര്യം പറയണ്ടേ? എല്ലാ കാര്യവും പറയണ്ട, എല്ലാ കാര്യവും പറയണ്ട. പ്രാർത്ഥിച്ച് അതിന്മേൽ അതിജീവിക്കാൻ നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. അദ്ദേഹത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി അങ്ങനെ ആയിരുന്നിരിക്കും. പോട്ടെ, 3 കാര്യങ്ങൾ: ആത്മീക വർധന വരുത്തണം, 2 പ്രബോധിപ്പിക്കണം, 3 ആശ്വസിപ്പിക്കണം. അടുത്ത പാഠം 25-ാം വാക്യം. അവന്റെ ഹൃദയ രഹസ്യങ്ങളും വെളിപ്പെട്ടു വരും, അങ്ങനെ അവൻ കവിണ്ണു വീണു. ദൈവം വാസ്തവമായി 24 എല്ലാവരും പ്രവചിക്കുന്നുവെങ്കിലോ അവിശ്വാസിയോ ആത്മവരമില്ലാത്തവനോ അകത്തു വന്നാൽ. എല്ലാവരുടെ വാക്കിനാലും. ആദ്യം 3 കാര്യം പറഞ്ഞു, ഇപ്പോൾ 3 കാര്യം വായിച്ചാട്ടെ ബ്രദറെ. അവന് പാപബോധം വരും, പാപബോധം വരും. അവൻ എല്ലാവരാലും വിവേചിക്കപ്പെടും, അവന്റെ ഹൃദയ രഹസ്യങ്ങളും വെളിപ്പെട്ടു വരും. രഹസ്യങ്ങൾ വെളിപ്പെട്ടു. അങ്ങനെ ഇതാരെ കുറിച്ചാണ് പറയുന്നത്? അവിശ്വാസിയോ ആത്മവരമില്ലാത്ത അകത്തു വന്നാൽ. അപ്പോൾ ആദ്യം 3 കാര്യങ്ങൾ പറഞ്ഞത് അക്കൂട്ടരെ കുറിച്ചല്ല, വിശ്വാസിയെ കുറിച്ചും ആത്മവരമുള്ളയാളെ കുറിച്ചുമാണെന്ന് നാം അനുമാനിക്കാം ഇവിടെ. കാരണം കൃത്യമായി പറയുന്നു, അവിശ്വാസിയോ ആത്മവരമില്ലാത്തവനോ അകത്തു വന്നാൽ ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെടും, പാപബോധം വരും, വിവേചിക്കപ്പെടും. 7-ാമതൊരു പാഠം എടുക്കാം. അതിന്റെ റിസൾട്ട് പറയുന്നുണ്ട്. അതിന്റെ റിസൾട്ട് എന്താണ്?
കവിണ്ണു വീണ് ദൈവം വാസ്തവമായി നിങ്ങളുടെ ഇടയിൽ ഉണ്ട് എന്നേറ്റു പറഞ്ഞ് ദൈവത്തെ നമസ്കരിക്കും. ഈ പാസ്റ്റർ കൊള്ളാമെന്നും പറഞ്ഞ് പാസ്റ്ററിന്റെ പോക്കറ്റിൽ കാശിട്ട് കൊടുക്കുമെന്നല്ല, നിങ്ങളുടെ ഇടയിൽ വാസ്തവമായി ദൈവമുണ്ട്. അതിനും എൻ്റെ ഓർമ്മയിലുള്ള ഒരു അനുഭവം പറയാം. ഞങ്ങൾ പൂനായിൽ പാർക്കുമ്പോൾ, പൂനായില് ഇൻഡസ്ട്രിയൽ ഹോളിഡേ വ്യാഴാഴ്ചയാണ് അവിടുത്തെ ആരാധന, ഞായറാഴ്ച അല്ല. അപ്പൊ അവിടെ ഒരു വ്യാഴാഴ്ച വൈകിട്ടത്തെ ആരാധനയ്ക്ക് എന്നെ ശുശ്രൂഷിക്കാൻ ക്ഷണിച്ചു. മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരാളോട് ഒരു പ്രത്യേകമായൊരു ദൂതം. ഞാൻ വൈകിയാണ് ചെന്നത്, എനിക്ക് അവിടെ ആരെയും പരിചയം ഉണ്ടായിരുന്നില്ല, പാസ്റ്ററെ മാത്രമേ പരിചയമുള്ളൂ. ഇന്നും എനിക്ക് ആ ദൂത് ഓർമ്മയുണ്ട്. ചില ദൂതൊന്നും നമ്മൾ മറക്കില്ല. ആ ദൂതിന്റെ ആശയം ഇതായിരുന്നു: ഇരുളിൽ കൊല്ലപ്പെടേണ്ടിയിരുന്ന നിന്നെ ഞാനാണ് രക്ഷിച്ചത്. ദീർഘമായൊരു ദൂതാണ്, അതിന് പ്രധാനപ്പെട്ട. ഇരുളിൽ കൊല്ലപ്പെടേണ്ട നിന്നെ ഞാനാണ് രക്ഷിച്ചത്. ഈ ദൂത് പറയുകയും ഈ മനുഷ്യൻ ആലറി കരഞ്ഞു. ഈ യോഗം കഴിഞ്ഞു സ്വാഭാവികമായി അയാൾ ഓടി എൻ്റെ അടുത്ത് വന്നു, കൈകൂപ്പി. ഇയാളെ കൈകൂപ്പി നിൽക്കുമ്പോൾ ഒരു പെൺകുട്ടി അടുത്തു വന്നു. ഞാൻ ധരിച്ചത് ഇയാളുടെ ഭാര്യയാണെന്നാണ്. ആ കുട്ടി പറഞ്ഞു, പാസ്റ്ററെ, ഇതെന്റെ ചേട്ടനാണ്. എന്റെ ചേട്ടൻ പെന്തക്കോസ്തുകാരെ വിരോധമാണ്. പക്ഷെ ഇന്ന് പാസ്റ്റർ വരുന്നു എന്ന കാരണത്താൽ ഞാൻ നിർബന്ധിച്ച് എൻ്റെ ജ്യേഷ്ഠനെ കൊണ്ടുവന്നതാണ്. വരുന്ന വഴി എൻ്റെ ജ്യേഷ്ഠൻ പറഞ്ഞു, തൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു സംഭവം, ആരോടും പറയാത്തൊരു സംഭവം, നിന്റെ ദൈവം വെളിപ്പെടുത്തിയാൽ നിന്റെ ദൈവത്തെ ഞാൻ സ്വീകരിക്കാം. ഒരു ദിവസം ആ മനുഷ്യൻ ഫാക്ടറി ജോലി കഴിഞ്ഞ് രാത്രിയിൽ വീട്ടിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ ആളുമാറി മറ്റൊരാളാണെന്ന് കരുതി ഇയാളെ കൊല്ലാൻ ഒരു കൂട്ടം ആളുകൾ വളഞ്ഞു. അർദ്ധരാത്രിയിൽ ഷിഫ്റ്റ് കഴിഞ്ഞു പോവുകയാണ്. ആ കൃത്യസമയത്ത് അതുവഴി ഒരു കാറ് വന്നു. കാറിന്റെ പ്രകാശത്തിൽ കൊലയാളികൾക്ക് മനസ്സിലായി അവർ കൊല്ലാൻ പോകുന്ന ആള് മാറിപ്പോയി. അങ്ങനെ അയ്യോ, ആള് മാറിപ്പോയി എന്ന് പറഞ്ഞ് ഇവർ ഓടി മറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ദൈവത്തോട് അപേക്ഷിക്കണം നാം. കർത്താവേ, എനിക്ക് പ്രവചന വരം തരണമേ. ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെടുവാൻ, വിവേചിക്കപ്പെടുവാൻ, നാം ഞങ്ങളുടെ ഇടയിൽ ദൈവമുണ്ടെന്ന് വാസ്തവമായി അറിയുവാൻ. The purpose is only glorifying God. I can tell you a lot of incidents in my life. ഒരിക്കലും എൻ്റെ ഒരു ജോലിക്കാരി, ഓഫീസിലുണ്ടായിരുന്ന ജോലിക്കാരി ഓഫീസിൽ വന്നപ്പോൾ പെട്ടെന്ന് ദൈവാത്മാവിനോട് പറഞ്ഞു, ഇന്ന് ഇവളുടെ ജീവിതത്തിൽ ഒരു ദുരന്തം സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ആ സ്ത്രീയെ വിളിച്ച് പറഞ്ഞു, എന്തു പറ്റി? നീ വളരെ വിഷാദിച്ചിരിക്കുന്നല്ലോ, നിന്റെ വീട്ടിൽ ഇന്ന് എന്താണ് സംഭവിച്ചത്? ആ സ്ത്രീ ഞെട്ടിപ്പോയി. അന്ന് അവളുടെ വീട്ടിൽ ഭയങ്കര വഴക്കുണ്ടായിട്ട് അവളുടെ ഭർത്താവ് ആദ്യമായി അവളുടെ കരണത്തടിച്ചു. കൈകൂപ്പി പറഞ്ഞു, സാറിന്റെ ദൈവം സത്യദൈവമാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ഇതൊരു വെല്ലുവിളിയായി നിങ്ങൾ സ്വീകരിക്കണം. ഇന്ന് രാത്രി മുഴങ്കാലിൽ ദൈവത്തോട് അപേക്ഷിക്കണം. കർത്താവേ, ഈ പുസ്തകം സത്യമാണ്, സത്യവേദ പുസ്തകം. ഈ പുസ്തകം സത്യമായതുകൊണ്ട് ഈ പുസ്തകത്തിൽ പറയുന്ന കൃപാവരം എനിക്ക് തരണമേ, അങ്ങയുടെ രാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി. ദൈവത്തിന് സ്തോത്രം. അപ്പൊ 7 പാഠം, ഒന്ന് രണ്ടെണ്ണം കൂടെ പറയാം. 9 പാഠം പറയാം. 1 Corinthians 13:2.
എനിക്ക് പ്രവചനം ഏഴാമത്തത് പറഞ്ഞില്ല, ആറെണ്ണേ പറഞ്ഞുള്ളൂ അല്ലേ? ആദ്യത്തെ 3 വിശ്വാസിക്ക്, അടുത്ത 3 അവിശ്വാസി. ഒരു പാഠം കൂടെ 1 കൊരിന്ത്യർ 14 അധ്യായം നോക്കിയാട്ടെ. 1 കൊരിന്ത്യർ 14 അധ്യായത്തിന്റെ 31 വാക്യം. എല്ലാവരും പഠിപ്പാനും എല്ലാവർക്കും പ്രബോധനം ലഭിപ്പാനുമായി നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോരുത്തനായി പ്രവചിക്കാമല്ലോ. ശ്രദ്ധിക്കുക വാക്ക്, എല്ലാവരും പഠിക്കുക. എല്ലാവരും എന്ന് പറഞ്ഞാൽ ആരാണ്? പൗലോസ് ആദ്യം വിശ്വാസികൾക്ക് പ്രവചനം കൊണ്ട് കിട്ടുന്ന പ്രയോജനത്തെ കുറിച്ച് പറഞ്ഞു. പിന്നീട് പൗലോസ് അവിശ്വാസിക്ക് പ്രവചനം കൊണ്ട് കിട്ടുന്ന പ്രയോജനം പറഞ്ഞു. എന്നിട്ട് പറയാണ് എല്ലാവരും പഠിക്കാൻ എന്ന് പറഞ്ഞാൽ വിശ്വാസിക്കും അവിശ്വാസിക്കും ആത്മവരമുള്ളവനും ആത്മവരമില്ലാത്തവനും എല്ലാവർക്കും പഠിക്കാൻ. പ്രബോധനം പ്രാപിക്കാൻ എന്നത് നമ്മൾ ഉൾപ്പെടുത്തണ്ട, കാരണം പ്രബോധനം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ 7ാമത്തെ പാഠം എല്ലാവരും പഠിക്കണം, വളരണം പ്രവചനവരത്തിന്റെ ശുശ്രൂഷ മുഖാന്തരം. ഇപ്പൊ 7 കാര്യങ്ങൾ. 8 1 കൊരിന്ത്യർ 13:2. എനിക്ക് പ്രവചനവരം ഉണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മതി. പ്രവചനവരം ഉണ്ടായാലുള്ള അടുത്ത പ്രയോജനം 2 കാര്യം പൗലോസ് പറയുന്നു. സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിപ്പിച്ചു തരുന്നതാണ് പ്രവചനം. പ്രവചനത്തിലൂടെ മർമ്മങ്ങൾ, മർമ്മം എന്നാൽ മറഞ്ഞിരിക്കുന്നത്, കവേർഡ്, മിസ്റ്റീരിയസ്, അതിന്റെ മറ നീക്കിത്തരും. അതുകൊണ്ടാണ് ചില പ്രവാചകന്മാർ വന്ന് ശുശ്രൂഷിക്കുമ്പോൾ മറഞ്ഞു കിടക്കുന്ന കാര്യങ്ങൾ വെളിപ്പെടുന്നു. എൻ്റെ ജീവിതത്തിൽ തന്നെ എല്ലാ ഉദാഹരണവും ഞാൻ പറയാം. എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു പാസ്റ്റർ നാഗ്പൂർ, വളരെ നല്ല വെളിപ്പാട് കാണുന്ന നല്ല ഭക്തനായൊരു ദൈവം, പാസ്റ്റർ പി ഡി ജോസഫ്. തൻ്റെ ഒരു പ്രത്യേക വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരിക്കൽ അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം എന്നോടൊരു ദൂത് പറയുകയാണ്. ആശയം മാത്രം എനിക്ക് ഓർമ്മയുള്ളൂ. തലമുറ ഉണ്ടാകാതിരിക്കാൻ ക്ഷുദ്രം ചെയ്തതാണ്, പക്ഷെ ഫലിക്കാൻ ദൈവം അനുവദിച്ചില്ല. അപ്പൊ എനിക്ക് മക്കളുണ്ട്. ഞാൻ അദ്ദേഹത്തെ ജോയി എന്നാ വിളിക്കുന്നത്. ഞാൻ ചോദിച്ചു, ജോയി ഇങ്ങനത്തെ ഒരു ദൂത് കേട്ടല്ലോ, എന്താ അർത്ഥം? അദ്ദേഹം പറഞ്ഞു, എനിക്കറിയത്തില്ല, എന്നോട് കൃത്യമായി ദൈവാത്മാവ് പറഞ്ഞതാണ്, അച്ചായന് മക്കൾ ഉണ്ടാകാതിരിക്കാൻ ക്ഷുദ്രം ചെയ്തു. നാളുകൾ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ 2ാമത്തെ മകന്റെ ഡെലിവറി കഴിഞ്ഞു. ഡെയ്സി തൻ്റെ വീട്ടിലായിരിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ ഒരു കസിൻ സിസ്റ്റർ വന്നു. ഞാൻ വിശ്വാസത്തിൽ പോയതിന് എന്നെ ഏറ്റവും അധികം അപമാനിച്ച കുടുംബം അവരായിരുന്നു. കല്യാണ സദ്യ എന്നൊക്കെ എന്നെ ഇറക്കി വിടണമെന്ന് പറഞ്ഞ ഒരു ബഹളം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവൻ ഇവിടെ ഇരുന്നാൽ ഞങ്ങൾ ആരും ഇവിടെ കൂടത്തില്ല, അത്ര എന്നെ അപമാനിച്ചു. ഒരു തെറ്റും ചെയ്തിട്ടല്ല, ഈ പുസ്തകം ചുരുങ്ങിയതുകൊണ്ട്. അത്രമാത്രം അപമാനിച്ച ഒരു കുടുംബം. ഈ സഹോദരി എന്നെ കാണാൻ വന്നത് എനിക്ക് വലിയ അത്ഭുതമായി. അവരുടെ കയ്യിൽ ഒരു കുഞ്ഞുണ്ട്. അപ്പൊ അവർക്ക് കുഞ്ഞുണ്ടായ കാര്യമൊന്നും എനിക്കറിയത്തില്ല, യാതൊരു റിലേഷനും ഇല്ല കുറെ കാലങ്ങളായിട്ട്. ഞാൻ ചോദിച്ചു, എന്താ വഴിതെറ്റ് വന്നാണോ? തമാശക്ക് ചോദിച്ചു. അല്ലല്ല, നിന്നെ കാണാൻ വന്നതാണ്. നീ എൻ്റെ കുഞ്ഞിനെ കണ്ടുവോ? അപ്പോഴാണ് ഞാൻ കുഞ്ഞിനെ സൂക്ഷിച്ചത്. കുഞ്ഞിന്റെ ശിരസ് വളർന്നു നിൽക്കുകയാണ്, ശരീരത്തിനേക്കാൾ ആനുപാതികമല്ലാതെ ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ട്. ഈ കുഞ്ഞിനെ കണ്ടോ നീ? ഈ കുഞ്ഞിന് വേണ്ടി നീ ഒന്ന് പ്രാർത്ഥിക്കാനാണ്. ഞാൻ ചോദിച്ചു, ഞാന് പ്രാർത്ഥിക്കാൻ? അതെ, നിന്നോട് രഹസ്യം പറയാം. ഞാൻ പോട്ടയിൽ ധ്യാനത്തിന് പോയി. അവിടെ വെച്ചൊരു അച്ഛൻ എന്നോട് എൻ്റെ വീട്ടിൽ മുമ്പ് നടന്നൊരു കാര്യം പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ നിന്നെ കാണാൻ വന്നത്. എൻ്റെ അമ്മ, എൻ്റെ അമ്മയല്ല, പുള്ളിക്കാരിയുടെ അമ്മ, എൻ്റെ അമ്മായി
നിനക്ക് മക്കളുണ്ടാകാതിരിക്കാൻ ഈ ഇടത്തു ആ പള്ളിയിൽ പോയി നേർച്ച കഴിച്ചതാണോ? നീ പെന്തക്കോസിൽ പോയതുകൊണ്ട് നിനക്ക് തലമുറ ഉണ്ടാകരുത് എന്ന് പ്രാർത്ഥിക്കാൻ പോയതാണോ? രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്ന പ്രവചനപരം, മർമ്മങ്ങൾ വെളിപ്പെടുത്തുന്ന പ്രവചനപരം. ഇതൊന്നും കെട്ടുകഥയല്ല, പുസ്തകം പറയുന്ന യാഥാർത്ഥ്യങ്ങളാണ്. ലഭിക്കാത്തവർ പരിഹസിച്ചേക്കാം, പരിഹാസത്തിൽ വീണുപോകരുത്. പ്രവചനത്തിന് കിട്ടുന്ന പ്രതിഫലം ചിലപ്പോൾ പരിഹാസമായിരിക്കും, അപമാനമായിരിക്കും, ഒറ്റപ്പെടുത്തലായിരിക്കും. തിരുവഴുത്തിലെ മഹാന്മാരായ പ്രവാചകന്മാരെ ലോകം അപമാനിച്ചിട്ടുണ്ട്, കല്ലെറിഞ്ഞിട്ടുണ്ട്, പൊട്ടക്കുഴിയിലിട്ടിട്ടുണ്ട്. പക്ഷെ പുസ്തകം പറയുന്നത് സ്വീകരിക്കണം. 9 മാത്രം ഞാൻ പറയും. 9 പ്രവൃത്തി 15:32. യൂദായും ശീലാസും പ്രവാചകന്മാരാകൊണ്ട് പല വചനങ്ങളാലും സഹോദരന്മാരെ പ്രബോധിപ്പിച്ച് ഉറപ്പിച്ചു. ഈ പ്രബോധനം എന്ന വാക്ക് ആവർത്തിച്ചു വരുന്നു, ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ കേൾക്കാത്തൊരു പ്രത്യേക പദമുണ്ട്, ഉറപ്പിച്ചു, സ്ട്രെങ്തൻ. ഇപ്പൊ പ്രവചന ശുശ്രൂഷ കൊണ്ട് ഉറപ്പിക്കണം ആളുകളെ. ഉദാഹരണത്തിന് എൻ്റെ അനുഭവം, ആ ദൈവദാസൻ അങ്ങനെ ഒരു ദൂത് പറഞ്ഞു, ഞാനിത് യാഥാർത്ഥ്യമായി കണ്ടു, എനിക്ക് ഉറപ്പായി സകലതും അറിയുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. ഞാൻ ഉറപ്പിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. മുന്നോട്ട് വരട്ടെ, അടുത്ത പാഠത്തിലേക്ക്. 13 പാഠങ്ങൾ പ്രവചനം ഉപയോഗിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട. വേഗത്തിൽ പറയാം, സമയമില്ലാത്തത് കൊണ്ട്. 1, എല്ലാവരും പ്രവചിക്കണം എന്ന് പൗലോസ് ഇച്ഛിക്കുന്നു. 1 കൊരിന്ത്യർ 14:5. വാക്യം എടുക്കണ്ട, പറഞ്ഞു പോകാം. എല്ലാവരും പ്രവചിക്കണം. ഞാൻ ഇന്ന് രാത്രി വളരെ ഹൃദയപൂർവ്വം ആഗ്രഹിക്കുന്നു. ഞാൻ യോഗത്തിന് കയറുന്നതിന് മുമ്പ് ഹൃദയപൂർവ്വം ആഗ്രഹിച്ചൊരു കാര്യം, MCCയിലെ ദൈവസഭകളിൽ എല്ലാവരും പ്രവചിക്കുന്നവരായി തീരട്ടെ. കൊരിന്തിലെ ദൈവസഭയിൽ പ്രവാചകന്മാരുടെ ഒരു നിര തന്നെ ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ മനസ്സുണ്ടോ? കർത്താവേ, എൻ്റെ കുഞ്ഞുങ്ങൾ പ്രവചിക്കുന്നവരായി തീരണം. എൻ്റെ സഭയിൽ ശുശ്രൂഷയ്ക്ക് വരുന്ന ദൈവമക്കൾ പ്രവചിക്കുന്നവരായി തീരണം. ദൈവത്തിന് സ്തോത്രം. 2, പ്രവചിക്കുന്നവൻ സഭയ്ക്ക് ആത്മീക വർധന വരുത്തുന്നു. 14:4 വാക്യം കാണാം. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്കു താൻ ആത്മീക വർധന വരുത്തുന്നു, പ്രവചിക്കുന്നവൻ സഭയ്ക്ക് ആത്മീക വർധന വരുത്തുന്നു. 3, പ്രവചനം സമാധാനം നൽകുന്നു. പ്രവചനം കലക്കത്തില്ല, ആരെ തമ്മിൽ തല്ലിക്കത്തില്ല. ഇന്നത്തെ പല പ്രവചനവും തമ്മിൽ തല്ലിക്കലാണ്. നോക്കൂ, സമാധാനം നൽകണം. 1 കൊരിന്ത്യർ 14 പ്രവചനത്തെ കുറിച്ച് പൗലോസ് പഠിപ്പിച്ച് അവസാനിപ്പിക്കുന്ന വാക്യങ്ങളിൽ 1, നമ്മുടെ ദൈവമോ കലക്കത്തിന്റെ ദൈവമല്ല, സമാധാനത്തിന്റെ ദൈവമത്ര. ഇതിന് കാരണമുണ്ട്. കൊരിന്തിലെ ദൈവസഭയിൽ പ്രവാചകന്മാർ വർദ്ധിച്ചിട്ട് പരസ്പരം യാതൊരു ബഹുമാനവും ഇല്ലാതെ ബഹളങ്ങളായി മാറി. ഇന്നത്തെ നമ്മുടെ സഭകളിലെ പ്രവാചകന്മാരെ പോലെ. കലക്കരുതേ പ്രിയപ്പെട്ടവരെ, ബന്ധങ്ങൾ കലക്കരുതേ. ശുശ്രൂഷ കൊണ്ട് സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. 3, പ്രവചനം 3 പറഞ്ഞു. 1, എല്ലാവരും പ്രവചിക്കണമെന്ന് പൗലോസ് ആഗ്രഹിക്കുന്നു. 2, പ്രവചിക്കുന്നവൻ സഭയ്ക്ക് ആത്മീക വർധന വരുത്തുന്നു. 3, പ്രവചനം സമാധാനം നൽകുന്നു. 4, പ്രധാനപ്പെട്ട പാഠം, പ്രവചിക്കുന്നവർ എല്ലാവരും പ്രവാചകൻ എന്ന പദവി ലഭിക്കണമെന്നില്ല. ഞാൻ ദൂത് പറയും, ഞാൻ പ്രവാചകനൊന്നുമല്ല. പ്രവാചകൻ എന്നത് ഒരു ഓഫീസാണ്. പ്രവചന വരം എന്നത് വരമാണ്.
ഇപ്പൊ പ്രവചന വര ഉപയോഗിക്കുന്ന എല്ലാവരും പ്രവാചകന്മാരാകണമെന്നില്ല. തെളിവ് പ്രവൃത്തി 15:32, പ്രവൃത്തി 21:9. ഫിലിപ്പോസിനെ കുറിച്ച് പറയാണ്, അവന് കന്യകമാരും പ്രവചിക്കുന്നവരുമായ 4 പുത്രിമാർ ഉണ്ടായിരുന്നു. പ്രവാചകിമാരായ 4 പുത്രിമാരെന്നല്ല, പ്രവചിക്കുന്നവരായ 4 പുത്രിമാർ ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിക്കൂ. 5, പ്രവചനം തുച്ഛീകരിക്കരുത്. അത് വളരെ സീരിയസ് ആണ്. പ്രവചനത്തെ തുച്ഛീകരിക്കാൻ പാടില്ല. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യേണ്ട വേണ്ട, പക്ഷേ തുച്ഛീകരിക്കരുത്. 1 തെസ്സലോനിക്കർ 5:20. പ്രവചനം ശോധന ചെയ്യണം. 6-ാമത്തെ പാഠം. കേൾക്കുന്ന ദൂത് അതുപോലെ സ്വീകരിക്കരുത്. ശോധന ചെയ്യുക എന്നതിൻ്റെ അർത്ഥം ആ പ്രവചനം തിരുവെഴുത്തുമായി ചേർന്ന് പോകുന്നതാണോ എന്ന് പരിശോധിക്കണം. തിരുവെഴുത്തുമായി ചേർന്ന് പോകാത്ത പ്രവചനം സ്വീകാര്യമല്ല. ഞാൻ കേട്ട ഒരു പ്രവചനം പറയാം. വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്ത്രീ പ്രവചിക്കുക, ദൈവസഭയിലെ പുരോഹിതനായി ആക്കി വെച്ച ദൈവദാസനെ അപമാനിക്കരുത്. ദൈവസഭയിലെ പുരോഹിതനല്ല ശുശ്രൂഷകൻ. പുരോഹിതൻ ഇല്ല ദൈവസഭയ്ക്കകത്ത്. നാം എല്ലാവരും രാജകീയ പുരോഹിത വർഗമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഉടുപ്പൊന്നും ഇട്ടുകൊണ്ട് നടക്കാത്തത്, കസോക്കൊന്നും ഇടാത്തതിന്റെ കാരണം അതാ. നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി ഒന്നുമില്ല. ജസ്റ്റ് ഓർഡിനറി മെൻ. ദൈവം ഈ സ്ഥാനത്താക്കി വെച്ചു എന്ന് മാത്രം ഓർക്കുക. പ്രവചനം ശോധന ചെയ്യണം. 7, അതിന്റെ വാക്യം പറഞ്ഞില്ല. 1 തെസ്സലോനിക്കർ 5:21. 7-ാം പാഠം. നാം അംശമായി മാത്രം പ്രവചിക്കണം. എല്ലാ കാര്യങ്ങളും പ്രവചിച്ചു പറയാൻ നമുക്ക് സാധ്യമല്ല. 1 കൊരിന്ത്യർ 13:9. 8-ാമത്തെ പാഠം. പ്രവാചകനെ വിവേചിക്കണം. വിവേചിക്കണം എന്നത് ഇംഗ്ലീഷിൽ ജഡ്ജ് എന്നാണ് എഴുതിയിരിക്കുന്നത്. 1 കൊരിന്ത്യർ 14:29. എല്ലാ പ്രവാചകന്മാരെയും സ്വീകരിക്കരുത്. സമയമില്ല വിവരിക്കാൻ. എനിക്ക് ഒത്തിരി കഥകൾ പറഞ്ഞു തരാൻ കഴിയും. വേദപുസ്തകമായിരിക്കും കയ്യിലിരിക്കുന്നത്, പക്ഷെ വേദപുസ്തകത്തിനകത്ത് അന്യ ദൈവങ്ങളുടെ പടം കാണും. അവൻ വേറെ ആളെ ആയിരിക്കും ആരാധിക്കുന്നത്. ഓർത്തുകൊള്ളുക. 9, പ്രവചനം വിശ്വാസത്തിന് ഒത്തവണ്ണം. റോമർ 12:6. പ്രവചനത്തെക്കുറിച്ച് മാത്രമാണ് ഇങ്ങനെ ഒരു പ്രയോഗമുള്ളത്. അതിൻ്റെ അർത്ഥം വ്യക്തിയുടെ ദൈവവുമായുള്ള വിശ്വാസത്തിന്റെ അളവനുസരിച്ച് എന്നൊരർത്ഥം. മറ്റൊരർത്ഥം ഉപദേശപരമായ സാധുതയുള്ളതായിരിക്കും. ഡോക്ട്രിനൽ ബാലൻസ് ഉണ്ടായിരിക്കും. വിശ്വാസം എന്ന വാക്കിന് 2 അർത്ഥമുണ്ട്. ഒന്ന് ദൈവത്തിലുള്ള എൻ്റെ വിശ്വാസം, മറ്റൊന്ന് ഉപദേശപരമായിട്ടുള്ള എൻ്റെ ബോധ്യം. 10, വളരെ ശ്രദ്ധിച്ചു കേൾക്കണം, വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. ഒരുവന്റെ പ്രവചനം തെറ്റിപ്പോകുന്നത് കൊണ്ട് ആളെ ഒരിക്കലും കള്ളപ്രവാചകൻ എന്ന് വിളിക്കരുത്. ദൈവവചനം അനുവദിക്കുന്നില്ല. ആരെയാണ് കള്ളപ്രവാചകന്റെ വായിക്കാമോ ബ്രദറെ? കള്ളപ്രവാചകൻ എന്ന് തിരുവെഴുത്ത് വിളിക്കുന്നത് ആരെയാണ്? 1 യോഹന്നാൻ 4:1-2 വാക്യങ്ങൾ വായിക്കൂ. പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കാൻ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയൊന്ന് ശോധന ചെയ്യുവിൻ. അടുത്തത്, ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം ഇതിനാൽ അറിയാം യേശുക്രിസ്തു ജഡത്തിൽ വന്നു എന്ന്
യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത്. കണ്ടോ? കള്ളപ്രവാചകൻ എന്ന് ആരെ മാത്രമേ വിളിക്കാൻ പാടുള്ളൂ? യേശു ക്രിസ്തുവിൽ ജഡത്തിൽ അവതരിച്ചു എന്ന് വിശ്വസിക്കാത്ത ഒരാളെ മാത്രമേ കള്ളപ്രവാചകൻ എന്ന് വിളിക്കാൻ ദൈവവചനം നമ്മെ അനുവദിക്കുന്നുള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം, പാസ്റ്ററെ, ഒരാൾ പറഞ്ഞു ദൂത് തെറ്റിപ്പോയാലോ? ദൂത് തെറ്റിപ്പോവാം, കാരണം ഞാൻ പിന്നാലെ പറയാം. അപ്പൊ ദൂത് തെറ്റിപ്പോയത് കൊണ്ട് ആൾ കള്ളപ്രവാചകൻ ഒരിക്കലും വിളിക്കരുത്. അടുത്ത പാഠം, 11ാമത്തെ പാഠം. പ്രവചന ശുശ്രൂഷയ്ക്ക് കഷ്ടം, അപമാനം സമ്മാനമായി ലഭിക്കും. യാക്കോബ് 5:10 കർത്താവിന്റെ നാമത്തിൽ സംസാരിച്ച പ്രവാചകന്മാരെ കഷ്ടാനുഭവത്തിനും ദീർഘക്ഷമയ്ക്കും ദൃഷ്ടാന്തമായി വിചാരിച്ചു കൊള്ളുക. യഥാർത്ഥ പ്രവാചകന് ധനമല്ല വർദ്ധിക്കുന്നത്, അപമാനമാണ് വർദ്ധിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. 13 പാഠങ്ങളാണ്. തിരുവഴുത്തായിരിക്കണം അവസാന വാക്ക്. 1 കൊരിന്ത്യർ 14:37. പ്രവചനം ദൈവവചന ശുശ്രൂഷയേക്കാൾ വലുതല്ല. ദൈവവചന ശുശ്രൂഷയ്ക്ക് താഴെ അതിന് സ്ഥാനമുള്ളൂ. 1 കൊരിന്ത്യർ 14:37 നോക്കിക്കേ. താൻ പ്രവാചകനെന്നോ ആത്മീകനെന്നോ ഒരുത്തന് തോന്നുന്നു എങ്കിൽ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് കർത്താവിന്റെ കൽപ്പനയാകുന്നു എന്ന് അവൻ അറിഞ്ഞുകൊള്ളട്ടെ. കർത്താവിന്റെ കൽപ്പനയാണ് വലുത് പ്രവചനത്തെക്കാൾ. ദൈവവചനമാണ് വലുത് പ്രവചനത്തെക്കാൾ. 13ാമത്തെ പാഠം. പ്രവചനം തെറ്റിപ്പോകുന്നത് എന്തുകൊണ്ട് എന്നതിന്റെ ഉത്തരമാണ് ഈ 13ാമത്തെ പാഠം. ഹൃദയത്തിലെ ആഗ്രഹം പ്രവചനമായി തെറ്റിദ്ധരിക്കാം. ഞാൻ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ പാസ്റ്റർ കുര്യച്ചന് വേണ്ടി പ്രാർത്ഥിക്കാം, എനിക്ക് അദ്ദേഹത്തിന് വളരെ പ്രിയമാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് അദ്ദേഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ട്. അത് ചിലപ്പോൾ ഞാൻ പ്രവചനമായി തെറ്റിദ്ധരിക്കാൻ വഴിയുണ്ട്. നല്ല എക്സാമ്പിൾ പറയാം. അമേരിക്കയിലെ വളരെ പ്രസിദ്ധരായ, വളരെ ശ്രേഷ്ഠമായി പ്രവചനം പറയുന്ന പ്രവാചകന്മാരാണ് ജോണി എൻലോ, ഞാൻ 3 പേരുടെ പേരിട്ടുണ്ട്, ഗ്രെഗ് ലോക്ക്, കാറ്റ് കെർ. ഇവര് 3 പേരും അമേരിക്കയിലെ വളരെ അറിയപ്പെടുന്ന പ്രവാചകന്മാരാണ്. ചെറിയ പ്രവാചകന്മാരൊന്നുമല്ല, രാജ്യങ്ങളിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ പ്രവചനം പറയുന്ന അസാധാരണമായി ദൈവം ഉപയോഗിച്ച മനുഷ്യരാണ്. ഇവർ 3 പേരും പറഞ്ഞു, കഴിഞ്ഞ ഇലക്ഷനിൽ, അമേരിക്കൻ പ്രസിഡന്റ് ഇലക്ഷനിൽ ഡൊണാൾഡ് ട്രംപ് ജയിക്കും. തെറ്റിപ്പോയില്ലേ പ്രവചനം? ഇതാണ് ഞാൻ പറഞ്ഞത്. ഹൃദയത്തിലെ ആഗ്രഹം ദൈവാത്മാവ് തരുന്ന ദൂതായി തെറ്റിദ്ധരിച്ച് ഒരാൾ പറയാം. നല്ല എക്സാമ്പിളാണ് ഈ 3 ആളുകൾ. അവർ കള്ളപ്രവാചകൻ ഒരിക്കലും വിളിച്ചുകൂടാ. അവർ യേശുവിനെ പ്രസംഗിക്കുന്നവരാണ്, യേശുവിനെ വിശ്വസിക്കുന്നവരാണ്. നമുക്കും ഇത് സംഭവിക്കാം. മറ്റൊരാളെയുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള ആഗ്രഹം നാം അറിയാതെ നമ്മിൽ നിന്ന്, നമ്മുടെ ചിന്തയിൽ നിന്ന് പ്രവചനമായി വരാം. ഇതിനൊരു ചോദ്യമുണ്ട്, എങ്ങനെ അറിയാം പാസ്റ്ററെ ഇത് വാസ്തവത്തിൽ ദൈവാത്മാവിൽ നിന്നാണോ പറയുന്നത്? ഉത്തരം, പറയുന്നയാൾക്ക് പരമാർത്ഥിയാണെങ്കിൽ, നല്ല മനസാക്ഷിയുള്ള ആളാണെങ്കിൽ സമാധാനം നഷ്ടപ്പെടും. അന്ന് രാത്രി അയാൾക്ക് ഉറങ്ങാൻ പറ്റത്തില്ല, ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. ഞാൻ എൻ്റെ സന്ദേശത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരാം. 1-2 വളരെ പ്രധാനപ്പെട്ട
ചോദ്യങ്ങൾ. പ്രവാചകനും പ്രവചനപരവും രണ്ടാണ് എന്ന് എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? 3 കാരണങ്ങൾ പറയാം. ഇത് വളരെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന. പ്രവാചകൻ ഒരു ഓഫീസാണ്, പ്രവചനം ഒരു വരമാണ് എന്ന് പറഞ്ഞതിന് എന്താണ് തിരുവെഴുത്തിലെ തെളിവ്? 1, പ്രവചനം വരമാണ്, പ്രവാചകൻ വിളിയാണ്, കോളിംഗ് ആണ് പ്രവാചകൻ. 5 ഓഫീസ് ഉണ്ട് ദൈവസഭയിൽ, 5 വിളികളാണ്. അപ്പസ്തോലൻ, പ്രവാചകൻ, ഉപദേഷ്ടാവ്, ഇടയൻ, സുവിശേഷകൻ. എന്നാൽ പ്രവചനം ഒരു വരം മാത്രമാണ്. റോമർ 11:29 ദൈവം തന്റെ കൃപാവരങ്ങളെയും വിളിയെയും കുറിച്ച് അനുദപിക്കുന്നില്ലല്ലോ. ഇപ്പൊ കൃപാവരവും വിളിയും രണ്ടാണെന്ന് ആ വാക്യത്തിൽ നിന്ന് വ്യക്തമാണ്. 2, പ്രവചനവരം വാഞ്ചിക്കേണ്ടതാണ്, ആഗ്രഹിക്കേണ്ടതാണ്. 1 കൊരിന്ത്യർ 14:39. എന്നാൽ പ്രവാചകൻ ദൈവത്താൽ ആക്കപ്പെടുന്നതാണ്. God appoints a prophet. എഫേസ്യർ 4:11. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം. പ്രവചനവരം വാഞ്ചിക്കേണ്ടതാണ് ഒരാൾ. പ്രവാചകൻ ദൈവത്താൽ നിയുക്തനാകുന്നതാണ്, ദൈവത്താൽ നിയോഗിക്കപ്പെടുന്നതാണ്. 3. 4, വരങ്ങൾ നമ്മെ ശുശ്രൂഷയ്ക്ക് പ്രാപ്തരാക്കുന്നു. വിളി നമ്മെ പദവി നൽകി തിരഞ്ഞെടുക്കും. വരങ്ങൾ നമ്മെ ശുശ്രൂഷയ്ക്ക് പ്രാപ്തരാക്കുന്നു. 1 പത്രോസ് 4:10. ഇംഗ്ലീഷിൽ എഴുതേണ്ടവർക്ക് ഇറ്റ് ഗിവ്സ് us our abilities. വിളി നമ്മെ പദവി നൽകലാണ്, പൊസിഷൻ നൽകുകയാണ്. 1 കൊരിന്ത്യർ 1:1 എന്നെ അപ്പസ്തോലനായി വിളിച്ചിരിക്കുന്നു പൗലോസ് പറയുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഒരു ചോദ്യങ്ങൾ കൂടെ. പ്രവചനത്തോടുള്ള ബന്ധത്തിൽ മനുഷ്യർക്ക് വരുന്ന, നമ്മുടെ ഇടയിൽ പ്രത്യേകിച്ച് നമ്മളോട് വാദിക്കാൻ വരുന്നവർ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന്റെ ഉത്തരം കൂടെ പറഞ്ഞ് ഈ പഠനം അവസാനിപ്പിക്കാം. വചന ശുശ്രൂഷ പ്രവചനമല്ലേ? വചനമാണ് ഏറ്റവും വലിയ പ്രവചനം. ഇപ്പം പ്രവചന വരമെന്നൊരു വരമായിട്ടുണ്ടോ? വചന ശുശ്രൂഷ കൃപാവരമാണ്, പ്രവചനവരമാണ്. ഇത് രണ്ടും അല്ല എന്നതിന് 5 തെളിവുകൾ വേദപുസ്തകത്തിലുണ്ട്. 1, പ്രവചനം ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിക്കണം. 1 തെസ്സലോനിക്കർ 5:21. എന്നാൽ വചനം നിർമ്മലമാണ്, അത് ഉലയിൽ ഉരുക്കി 7 പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളി പോലെ. സങ്കീർത്തനം 12:6. 2 ശമൂവേൽ 21:31 യഹോവയുടെ വചനം ഊതിക്കഴിച്ചത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ പ്രവചനം ശോധന ചെയ്യണം, വചനം ശോധന ചെയ്യണ്ട, ഓൾറെഡി ശോധന ചെയ്ത് തന്നതാണ്. 2, പ്രവചനം അംശമായി മാത്രം. എന്നാൽ യഹോവയുടെ ന്യായപ്രകാരം തികവുള്ളതാണ്, കംപ്ലീറ്റ്. പ്രവചനം പാർഷ്യലാണ്, വചനം കംപ്ലീറ്റ് ആണ്. ഒന്നുകൂടെ പറയാം. വചനത്തോട് ഒന്നും കൂട്ടാനോ കുറയ്ക്കാനോ നമുക്ക് അവകാശമില്ല. ഇറ്റ് ഈസ് കംപ്ലീറ്റ് ഇൻ ഇറ്റ്സെൽഫ്. ആവർത്തനം 4:2, 13:1. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വചനത്തോട് കൂട്ടുകയോ
അതിൽ നിന്ന് കുറയ്ക്കുകയോ അരുത്. 3, പ്രവചനപരമോ അത് നീങ്ങിപ്പോകും, കർത്താവിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കും. പ്രവചനം ഒരു താൽക്കാലികമായ ലിമിറ്റഡ് കാലയളവിനാണ്, എന്നാൽ ദൈവത്തിന്റെ വചനം നിത്യമാണ്. 4, പ്രവചനവും ഉപദേശവും വ്യത്യസ്തമാണെന്ന് 1 കൊരിന്ത്യർ 14:6 പൗലോസ് പറയുന്നു. ഞാൻ നിങ്ങളോട് വെളിപ്പാടായിട്ടോ ജ്ഞാനമായിട്ടോ ഉപദേശമായിട്ടോ പ്രവചനമായിട്ടോ സംസാരിക്കാതെ. അപ്പം ഉപദേശം വേറെ, പ്രവചനം വേറെ. 5, ഒന്നുകൂടെ പറയാം. 1 വ്യത്യാസം, പ്രവചനം ശോധന ചെയ്യണം, വചനം ശോധന ചെയ്യണ്ട. 2, പ്രവചനം അംശമാണ്, വചനം തികഞ്ഞതാണ്. 3, പ്രവചനം നീങ്ങിപ്പോകും, വചനം എന്നേക്കും നിലനിൽക്കും. 4, പ്രവചനവും ഉപദേശവും വ്യത്യസ്തമാണെന്ന് 1 കൊരിന്ത്യർ 14:6 പറയുന്നു. 5, ഏറ്റവും പ്രധാനപ്പെട്ട, സ്ത്രീകൾ സഭയിൽ മിണ്ടാതിരിക്കട്ടെ. 1 കൊരിന്ത്യർ 14:34, സ്ത്രീ സഭയിൽ സംസാരിക്കുന്നത് അനുചിതമല്ലോ. 1 കൊരിന്ത്യർ 14:35. എന്നാൽ 1 കൊരിന്ത്യർ 11:5 പറയുന്നു, മൂടുപടമില്ലാതെ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏത് സ്ത്രീയും തൻ്റെ തലയെ അപമാനിക്കുന്നു. ലളിതമായി പറഞ്ഞാൽ, സ്ത്രീക്ക് ദൈവസഭയിൽ വചനം ഉപദേശിക്കാൻ ദൈവവചനം അനുവദിക്കുന്നില്ല. പക്ഷേ സ്ത്രീക്ക് പ്രവചിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ ദൈവവചനം അനുവദിക്കുന്നു. പ്രവചനം വേറെ, ഉപദേശം വേറെ. സഹോദരിമാർ പ്രവചിക്കണം, സഹോദരിമാർ പ്രാർത്ഥിക്കണം ദൈവസഭയിൽ. പക്ഷേ ഉപദേശിക്കാൻ ദൈവത്തിന്റെ വചനം സ്ത്രീകളെ അനുവദിക്കുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ പഠനത്തെ ഞാൻ ക്രോഡീകരിക്കുമ്പോൾ ആദ്യ പാഠത്തിലേക്ക് ഞാൻ നിങ്ങളെ മടക്കിക്കൊണ്ടുവരികയാണ്. പരിശുദ്ധാത്മാവിന്റെ ഫലം നമ്മെ, ക്രിസ്ത്യാനികളാണ് നാം, ക്രിസ്തുവിന്റെ ശിഷ്യരാണ് നാം, ലോകത്തിന് ബോധ്യം നൽകുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തി അന്ധകാരത്തിൽ ബന്ധിതരായി കിടക്കുന്നവരെ ബന്ധനമഴിക്കാൻ ദൈവം നമ്മെ പ്രാപ്തരാക്കുന്നു. നമ്മുടെ ജീവിതം ക്രിസ്തുവിന്റെ സൗരഭ്യമാക്കി മാറ്റുന്നത് നമ്മിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവിൻ ഫലമാണ്. നാം പിശാചിനെ എതിർത്ത് അവന്റെ ബന്ധനത്തിലായവരെ വിടുവിച്ചെടുക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നിന്നാണ് കൃപാവരങ്ങൾ നമ്മിൽ ജ്വലിക്കുന്നത്. എൻ്റെ കുഞ്ഞേ, മൂപ്പന്മാരുടെ കൈവെപ്പിനാൽ നിന്നിലെ പ്രവചനവരം ജ്വലിക്കട്ടെ. ഞാൻ ആ വാക്യം ഇന്ന് രാത്രി നിങ്ങളെ ഉദ്ധരിച്ച് എൻ്റെ പഠനം അവസാനിപ്പാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുകയാണ്. പൗലോസ് മരണം കാത്തിരിക്കുകയാണ്. എന്നാണ് താൻ മരിക്കാൻ പോകുന്നതെന്ന് തനിക്ക് നിർണയമില്ല. തൻ്റെ മുകളിൽ നീറോയുടെ വാൾ കാത്തിരിക്കുന്നുണ്ട്. പൗലോസിന് ഒരു ദൗത്യമുണ്ട്, ഒരു ഉത്തരവാദിത്തമുണ്ട്.
തന്നെ ഭരമേൽപ്പിച്ചത് വരും തലമുറയിലേക്ക് പകരണം. ഇന്ന് രാത്രിയും എൻ്റെ ഹൃദയപൂർവമായ ആഗ്രഹം, എനിക്കറിയില്ല ഇത് എൻ്റെ അവസാനത്തെ പ്രസംഗമായി കൂടെ, എനിക്കിത് ചിലർക്കൂടെ കൈമാറണം. കൈമാറുക എന്ന വാക്ക് ഇക്കാലങ്ങളിൽ വളരെ വളരെ വികലമായി യോഗ്യമായിടത്തും അയോഗ്യമായിടത്തും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് നാം കണ്ടുവരുന്നത്. പക്ഷെ കൈമാറുക എന്നതിന് അസാധാരണമായ അർത്ഥമുണ്ട്. 2 തിമോത്തി പൗലോസിന്റെ ജീവിതത്തിലെ മരണമൊഴിയാണ് 2 തിമോത്തി. ബന്ധിതനായി തണുപ്പ് മാറ്റാൻ ഒരു പുതപ്പ് പോലുമില്ലാതെ ഏകാന്ത തടവറയ്ക്കകത്ത് ക്രിസ്തുവേശുവിന്റെ സുവിശേഷം നിമിത്തം ബന്ധിതനായി കിടക്കുന്ന ആ മനുഷ്യൻ തിമോത്തി എന്ന യൗവനക്കാരിൽ ഒരു സ്വപ്നം കാണുകയാണ്. ഞാൻ നാളെ മരിച്ചു വീഴും, ഞാൻ നാളെ ഇവിടെ കൊല്ലപ്പെടും. പക്ഷേ സുവിശേഷത്തിന്റെ അഗ്നി കൊല്ലപ്പെടാൻ പാടില്ല. പിശാചിന്റെ ബന്ധനത്തിൽ കിടക്കുന്ന ആയിരങ്ങൾ വിടുവിക്കപ്പെടണം. അതുകൊണ്ട് എൻ്റെ കുഞ്ഞെ, 2 തിമോത്തിയോസ് 1-ാം അധ്യായം പൗലോസ് 6-ാം വാക്യം പറയുകയാണ്, എൻ്റെ കൈവപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിന്റെ കൃപാവരം ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ ഇന്ന് രാത്രി എൻ്റെ കേൾവിക്കാരായ ദൈവമക്കളെ ഓർമ്മിപ്പിക്കുകയാണ്, നിന്നിലുള്ള കൃപാവരം ജ്വലിപ്പിക്കണം. സുവിശേഷത്തിന്റെ അഗ്നിക്കെടുത്താൽ നിയമങ്ങൾ എഴുതി ചേർക്കുകയാണ് ഭരണകൂടങ്ങൾ. സായുധ ശക്തി കൊണ്ടും കായബലം കൊണ്ടും ധനത്തിന്റെ ശക്തി കൊണ്ടും സുവിശേഷത്തെ കെടുത്തിക്കളയുവാൻ രാവും പകലും ഭരണകൂടങ്ങൾ തീവ്രമായി ശ്രമിക്കുമ്പോൾ രാത്രി ഞാൻ നിങ്ങൾക്കൊരു വെല്ലുവിളി തരുകയാണ്. കുഞ്ഞെ, ഈ തീ അണയാതെ നിന്റെ അകത്ത് കത്തണം. അനേകരുടെ ഇരുട്ടിനെ അഴിച്ചു മാറ്റാൻ അനേക കുടുംബങ്ങളിൽ സുവിശേഷ ശക്തി വ്യാപരിക്കുക. നിത്യ നരകത്തിലേക്ക് നടന്നു പോകുന്ന മനുഷ്യരെ കരം പിടിച്ച് നിത്യതയിലേക്ക് കൊണ്ടുപോയാൽ നിങ്ങളെയും എന്നെയും ഏൽപ്പിച്ച ദൗത്യത്തിന്റെ മഹത്വം, ദൗത്യത്തിന്റെ അന്യൂന്യത ഇന്ന് രാത്രി ഏറ്റെടുക്കാൻ മനസ്സുണ്ടോ? ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും.